ന്യൂസ് 18-ലെ പാഠം 4-ലൂടെ വൈറലായ നിഖിൽ എന്ന ചേട്ടനെയും ഓട്ടിസം ബാധിച്ച അനിയൻ അപ്പുവിനെയും മലയാളികൾ നെഞ്ചോട് ചേർത്ത് കഴിഞ്ഞു. അനുജൻ അപ്പുവിനെ തേടി ഞങ്ങൾ തിരുവനന്തപുരത്തെ നിഖിലിന്റെ വീട്ടിലെത്തിയിരുന്നു. കേട്ടതിലും ഏറെ ദുരിതപൂർണമാണ് ആ വിദ്യാർത്ഥിയുടെ ജീവിതം. അനിയന് ഓട്ടിസമാണ്. അപ്പം വീട്ടിൽ എനിക്ക് അച്ഛനില്ല, അച്ഛൻ മരിച്ചു. അപ്പം വീട്ടിൽ അമ്മയേ ഉള്ളൂ. അമ്മയ്ക്കും ഇപ്പോൾ അസുഖങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. വീട്ടിൽ അങ്ങനെ നോക്കാനോ ആരും സഹായിക്കാനോ അല്ലെ കൂടെ വയ്ക്കാൻ ആരും ഒന്നുമില്ല. അപ്പം ഞാനാണ് എല്ലാം വീട്ടിലെ കാര്യം നോക്കുന്നത്. അപ്പം എൻ്റെ ജീവിതം ഇതാണ്. അവനെ നോക്കണം, അമ്മയുടെ കാര്യം നോക്കണം, വീട്ടിലെ ജോലികൾ ചെയ്യണം, അതിൻ്റെ കൂടെ പഠിത്തം. എൻ്റെ ജീവിതം പണ്ട് തൊട്ട് ഇപ്പം വരയ്ക്കും സ്ട്രെസ്സ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇപ്പം എന്താ പറയുക, സന്തോഷം അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ സന്തോഷിക്കാറുണ്ട് എന്ന് പറയാനൊന്നും ഇല്ല. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതിൽ വെച്ച് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു വീഡിയോ, അത് ഭയങ്കരമായിട്ട് വൈറലാവുകയും നിങ്ങൾ ഏറ്റെടുക്കുകയൊക്കെ ചെയ്തു. നമ്മുടെ നിഖിലിൻ്റെ സെൻറ്റ് തോമസ് സ്കൂളിൽ +2 പഠിക്കുന്ന നിഖിലിൻ്റെ വീഡിയോ. അനിയൻ ഓട്ടിസ്റ്റിക് ആണ്, അമ്മയ്ക്ക് പാർക്കിൻസൺസ് രോഗമാണ്. അനിയനെയും അമ്മയും നോക്കുന്നതും വീട്ടിലെ കാര്യങ്ങൾ മൊത്തം നോക്കുന്നത് നിഖിലാണ്. പക്ഷെ അവനത് പറഞ്ഞത് അത്രയും പോസിറ്റീവായിട്ടാണ്. അതുകൊണ്ട് നമ്മൾ അവൻ്റെ സ്കൂളിൽ നിന്ന് നേരെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ ആ സ്കൂളിലെ കാഴ്ചകളൊക്കെ കണ്ടു. പക്ഷേ വീട്ടിലെ നിഖിൽ എന്താണെന്ന് അറിയണം. അതുപോലെ അനിയൻ അപ്പുവിനെ കാണണം, അമ്മയും കാണണം. കേറാം. ഹലോ. അപ്പൊ ഇതാണ് നമ്മുടെ നിഖിൽ. ഇത്രയും വൈറലായ നിഖിൽ വൈറലായത് നിഖിലിന്റെ കഷ്ടപ്പാട് കണ്ടിട്ടല്ല, പക്ഷെ അവന്റെ പോസിറ്റീവ് കണ്ടിട്ടാണ്. ഇത് നിഖിലിനെ കാട്ടി ഒരുപാട് പ്രശ്നമുള്ള ആളുകൾ ഉണ്ടാവാം, ഒരുപാട് കുട്ടികളുണ്ടാവും. പക്ഷെ നിഖിലിന്റെ ആ പോസിറ്റിവിറ്റി അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. കണ്ടില്ലേ, ഓടുന്ന കണ്ടില്ലേ വൈറലായിട്ട്. നമുക്ക് അകത്തോട്ട് പോയാലോ? അപ്പു അവിടെ ഉണ്ട്. അപ്പൊ അപ്പുവിനെ നേരത്തെ പരിചയപ്പെടുത്തി. അന്ന് നമ്മളെല്ലാവരും അപ്പുവിനൊരു ഹായ് ഒക്കെ പറഞ്ഞാണ്. അപ്പു കിടക്കുവാണ്. ഹലോ അപ്പു, ഹലോ ഹലോ പറഞ്ഞേ, ഹലോ പറഞ്ഞേ. കുഴപ്പമില്ല. ഓക്കെ നിഖിലേ, ഇങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു നമ്മുടെ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒത്തിരി വിളിയൊക്കെ വന്നെന്ന് അറിഞ്ഞല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു? എന്നിട്ട് എന്ന് പറയാനാ ഭയങ്കര സന്തോഷം. കാര്യം ഒരുപാട് പേര് സഹായിക്കാനും നല്ല മനസ്സുള്ളവരൊക്കെ സഹായിക്കാനൊക്കെ ശ്രമിക്കുക എന്ന് പറയുന്നത്, അങ്ങനെ ആരും സഹായിക്കാറോ അങ്ങനെയൊന്നും ആരും ചെയ്യാറില്ല. ഇങ്ങനെ ഒരു നല്ല മനസ്സുള്ളവർ നമ്മൾ വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും സന്തോഷം തന്നെയാണ്. ഇപ്പോഴാ ഇപ്പൊ നിങ്ങൾ വരുന്നതിന് കുറച്ച് മുമ്പ് വിളിച്ചതേ ഉള്ളൂ. 2-3 പേര്. അപ്പൊ എഴുന്നേറ്റിരുത്താൻ നോക്കിയേ, നോക്കിയോ. അപ്പൊ ഇതാണ് നിഖിലും അപ്പും തമ്മിലുള്ളൊരിത്. ഞാൻ കണ്ടിടത്തോളം എനിക്ക് തോന്നുന്നു ചേട്ടൻ പറഞ്ഞാൽ കേൾക്കുന്നുണ്ട് അപ്പു. എടാ, ഇവിടെ നീ ഇപ്പൊ എല്ലാ കാര്യങ്ങളും വീട്ടിൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ എല്ലാവർക്കും കുറെ അത്ഭുതമാണ്. +2 പഠിക്കുന്ന ഒരു കുട്ടി എങ്ങനെ ഇത്രയും കാര്യങ്ങൾ ചെയ്യും എന്നുള്ളൊരു അത്ഭുതം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അത് നമ്മളൊന്ന് കണ്ട് ആൾക്കാർക്ക് കാണിച്ചും കൂടി കൊടുക്കണമല്ലോ. അപ്പം നമ്മൾ സ്കൂളിൽ യൂണിഫോമിലേ കണ്ടുള്ളൂ നിഖിലിനെ. ഇവിടെ വന്നിട്ടൊന്ന് കാണാമെന്ന് വിചാരിച്ചാണ് വന്നത്. അപ്പം അമ്മയെ ഒന്ന് കാണണം. ഇപ്പം ഇന്ന് വന്നിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്? ഇപ്പം ഞാനിപ്പോൾ ആക്ച്വലി വന്നതേ ഉള്ളൂ. നിങ്ങൾ വരുന്ന കുറച്ച് മുമ്പ് വന്നേ ഉള്ളൂ. എന്നിട്ട് ഞാൻ ഉടനെ തന്നെ ഞങ്ങൾ കുളിച്ചു. എന്നിട്ട് ഇവന് ഫുഡും കൊടുത്തിട്ട് ഡ്രസ്സൊക്കെ ചെയ്യിപ്പിച്ചിട്ടാണ് ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പുവിന് ഭക്ഷണം അപ്പു തന്നെ കഴിക്കുമോ? അല്ല, ഞാൻ തന്നെ കൊടുക്കണം. അതായത് വാരി കൊടുക്കണം. അല്ലാതെ കഴിക്കില്ല. വേറെ എന്തൊക്കെയാ അപ്പുവിന് വേണ്ടി ചെയ്യേണ്ടി വരിക? അപ്പുവിന് ടോയ്ലറ്റിൻ്റെ കാര്യങ്ങളാണെങ്കിലും അവൻ്റെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് ഞാൻ തന്നെ ചെയ്തു കൊടുക്കണം. എല്ലാം കഴുകി കൊടുക്കുന്നതും കുളിപ്പിക്കുന്നതും അവനെ കിടത്തുന്നതും അവന് ആഹാരം കൊടുക്കുക, എല്ലാം സകലമായ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. എനിക്കൊന്നൊരു കുഞ്ഞിനെ നോക്കുന്ന പോലെ അപ്പുവിനെ നോക്കണം അല്ലേ? ഒരു കിടക്കുന്ന ഒരു കുഞ്ഞിനെ നോക്കുന്ന പോലെ അപ്പുവിനെ നോക്കണം. ആ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ചേട്ടനാണ്. അപ്പു എന്ത് ഭാഗ്യവാനാണ് ഇങ്ങനെ ഒരു ചേട്ടനെ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതല്ലാതെ അപ്പുവിന്റെ കാര്യങ്ങളല്ലാതെ അമ്മയുടെ കാര്യം പറയുമ്പോൾ അമ്മയ്ക്കും വയ്യ. അപ്പൊ അമ്മയ്ക്ക് ഫുഡൊക്കെ എടുത്ത് കഴിച്ചോളൂ? അമ്മ ഫുഡൊക്കെ അമ്മ കഴിച്ചോളും. ബട്ട് അമ്മയ്ക്ക് ഈ സ്ലഗി മൂമെന്റ്സ് ആണ്. അതായത് ഇപ്പം വിറയലും കാര്യങ്ങളും, പിന്നെ നടക്കാൻ ബുദ്ധിമുട്ട്, അങ്ങനത്തെ എല്ലാം പതുക്കെ ചെയ്യാൻ പറ്റും. ഒരു സ്പീഡില്ല ഒന്നിനും. അതാണ് ഈ അമ്മയ്ക്ക് ഇങ്ങനെ അവസ്ഥ വന്നിട്ട് എത്ര കാലമായി? ഇപ്പോൾ ഓൾമോസ്റ്റ് 2 വർഷം. 2 വർഷം. ആ 2 വർഷമാണ് മോന്റെ. ശരിക്കും പറഞ്ഞാൽ സ്കാൻ ചെയ്ത് കണ്ടുപിടിച്ചത് ഇപ്പോൾ ഒരു 4 months back, 4 or 3 months back ആണ് കണ്ടുപിടിച്ചത് സ്കാൻ ചെയ്ത്. പക്ഷേ 2 വർഷം മുമ്പ് ഇത് സംഭവം ഉണ്ടായിരുന്നു. ഞങ്ങളിത് അറിഞ്ഞില്ല. അമ്മയ്ക്ക് തളർച്ചയും കാര്യങ്ങളും ഉണ്ടായിരുന്നു, വിറയലും ഈ
എണീക്കാൻ പ്രയാസം അങ്ങനെ ഉണ്ടായിരുന്നു. കണ്ടുപിടിച്ചത് ഇപ്പം കുറച്ച് നാൾക്ക് മുമ്പാണ്. അപ്പൊ അങ്ങനെ ഇനി അമ്മയ്ക്ക് ഇനി അങ്ങനെ ജോലി ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു ഘട്ടം വന്നപ്പോൾ പെട്ടെന്ന് തന്നെ സ്വന്തമായിട്ട് എല്ലാം ചെയ്യാൻ പറ്റുമോ, അതോ അതിനു മുമ്പേ ചെയ്യുന്നുണ്ടായിരുന്നു? ഞാൻ അതിനു മുമ്പേ ചെയ്യും. അങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ, നമുക്ക് ചെയ്യേണ്ട കാര്യം ചെയ്തേലേ പറ്റും. ചെയ്യും. പക്ഷെ ഇപ്പം അമ്മയ്ക്ക് ഒട്ടും വയ്യാതായപ്പം എല്ലാം സകലമാനവും ഞാൻ തന്നെ ചെയ്തു. പക്ഷെ അല്ല, ഞാൻ ഒരു കാര്യം ഇവിടെ എല്ലാവർക്കും ഭയങ്കര സംശയമാണ്, എല്ലാം ചെയ്യുമെന്ന് പറയുമ്പോൾ എന്തൊക്കെ ചെയ്യുമെന്നൊക്കെ ഉള്ളൊരു സംശയമുണ്ട്. കാരണം നമ്മൾ ഈ പ്രായത്തിലെ പിള്ളേരെന്നൊക്കെ പറഞ്ഞാൽ മറ്റേ സ്കൂളിൽ നിന്ന് വന്നിട്ട് ഷൂസും സോക്സും ഒക്കെ വലിച്ചെറിഞ്ഞ് നേരെ പോയി ടി വിയുടെ മുമ്പിലൊക്കെ ഇരുന്ന് പഠിക്കാനുള്ളത് പഠിച്ച് അത് മാത്രം ചെയ്യുന്ന ഒരു പ്രായമാണ്. പക്ഷെ ആ സമയത്ത് മോൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റമാണ്. അത് പറഞ്ഞ് വളരെ പോസിറ്റീവായിട്ട് ഈ സ്മൈൽ, ഇതാണ് എനിക്ക് ശരിക്കും ഈ സ്മൈലാണ് അങ്ങോട്ടേക്ക് എന്നെ എത്തിച്ചത്. അപ്പോൾ ഇങ്ങനെ ഈ ഇരിപ്പ് തന്നെയുള്ളൂ അതോ വേറെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഓടും ചാടും എല്ലാം ചെയ്യും. ഞാൻ ചോദിച്ചല്ല, കുസൃതി വേറെ? ഹൈപ്പറാണ് ഭയങ്കര, എന്ന് വെച്ചാൽ ഭയങ്കര ഹൈപ്പർ ആയിരുന്നു മുൻപ്. ഇപ്പൊ അത്ര ഹൈപ്പല്ല. മറ്റേ പണ്ടെന്ന് പറയുന്നത് ഇതില്ല, ഇത് പണ്ടില്ലായിരുന്നു ഈ മിണ്ടായിരിപ്പ്. എപ്പോ നോക്കിയാലും എഴിച്ച് ഓടി നടപ്പ്. ഇതിപ്പം ഇവനിപ്പോ ഇപ്പൊ നിങ്ങൾ ഇത്രയും പേര് ഉണ്ടെന്ന് അവൻ അറിയാം, കൊണ്ട് അവൻ മര്യാദയായിട്ട് ഇരിക്കുന്നു. അങ്ങനത്തെ ഒരു അപ്പൊ ഈ ഒരു എത്ര വയസ്സുണ്ട് ഇവനോ? അല്ല മോന്. എനിക്ക് 18. 18 അടുക്കള നമുക്കൊന്ന് കണ്ടാലോ? പോയാലോ? ക്ലീൻ അല്ല. അയ്യോ, ഞങ്ങളുടെയൊക്കെ കാണണം, അതിലും ഭേദമായിരിക്കുമല്ലോ എന്ന് വിചാരിക്കാം. പോയാലോ? അപ്പൊ ഇവിടെ ഇരുന്നോട്ടെ. ഇതാണ് അപ്പൊ നമ്മുടെ ലോകം, നമ്മുടെ അടുക്കള. അപ്പൊ ഇവിടെ രാത്രി വൈകുന്നേരം ഇന്ന് എന്താ ഉണ്ടാക്കാൻ പ്ലാൻ? എന്താ ആദ്യം തന്നെ പ്രേക്ഷകരോട് പറയട്ടെ, ഈ വൃത്തിയൊക്കെ ഉണ്ടല്ലോ നമ്മുടെ, എനിക്ക് പോലും ഇല്ല, എൻ്റെ അതിനകത്ത് പോലും ഇല്ല. അതുകൊണ്ട് അത് പേടിക്കണ്ട, പറയും. നമുക്ക് സമയം കിട്ടാറില്ലല്ലോ, നമ്മൾ രാവിലെ പോകുന്നു വൈകിട്ട് വരുന്നു അല്ല, അതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന കുറച്ച് സമയത്തല്ലേ ഉള്ളൂ. അപ്പൊ എന്താ ഇന്ന് വൈകുന്നേരത്തെ പ്ലാൻ? എന്താ ഉണ്ടാക്കുന്നത്? ഇന്ന് വൈകുന്നേരം എന്താണ് പറ്റുന്ന അത് ചെയ്യും. ഇപ്പൊ ചോറുണ്ടാക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ലൈറ്റ് ആയിട്ടുള്ള കറികളോ അങ്ങനെ എന്തെങ്കിലും വെക്കാനുള്ളൊരു പ്ലാൻ. അതൊന്നും നമുക്ക് വലിയ പ്രാധാന്യം ഇല്ലല്ലേ, ഈ ഭക്ഷണം എന്താവണം എന്നൊക്കെ ഉള്ളത്? അല്ലല്ല, ഇല്ല, എന്തെങ്കിലും കഴിച്ചാൽ മതി. നമുക്ക് വയറിലെ വിശപ്പ് മാറ്റിയാ പോരെ, എന്റെ ആവശ്യമുള്ളൂ. എന്നാലും ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്താ? ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ ഏറ്റവും? നോൺ വെജ് പ്രേമിയാണ്. എനിക്ക് നോൺ വെജ് ജീവനാ. പക്ഷെ നമുക്ക് പൈസ ഇല്ല, എല്ലാം വാങ്ങിക്കാൻ അതൊന്നും പറ്റത്തില്ലല്ലോ. അപ്പം മോസ്റ്റ്ലി അത് ഒഴിവാക്കിയാണ് ചെയ്യുന്നത്. എൻ്റെ ഇഷ്ടങ്ങൾക്ക് ഇപ്പം എൻ്റെ ഇഷ്ടങ്ങൾക്ക് എനിക്ക് വേണമെങ്കിൽ പ്രാധാന്യം കൊടുക്കാം. ഇപ്പം നമുക്കത് ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ട് തന്നെ എനിക്കതിപ്പോൾ പ്രാധാന്യം കൊടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല. ഞാൻ ഇപ്പോൾ ഇവർക്ക് വേണ്ടിയും കൂടെ ജീവിക്കണം, ഇവരുടെ ഇഷ്ടങ്ങൾക്കും ജീവിക്കണം. എൻ്റെ ഇഷ്ടത്തിന് മാത്രം ജീവിച്ചാൽ പോരല്ലോ. അപ്പം നമ്മൾ 3 പേർക്കും എന്താണ് വേണ്ടത് അത് കഴിക്കും. എന്താ ഏറ്റവും ഇഷ്ടമെന്നൊന്ന് പറഞ്ഞേ. ഇഷ്ടമെന്ന് പറയാനായിട്ടാണെങ്കിൽ ബിരിയാണി. എന്ത് ബിരിയാണി? ഏതായാലും നോൺ വെജ് എന്തായാലും. നോൺ വെജ് എന്തായാലും പൊളിക്കും. അത് ബിരിയാണി എന്ന് പറയുന്നത് ഫേവററ്റ് ആണ്, പക്ഷെ എന്തായാലും ഞാൻ കഴിക്കും. നോൺ വെജ് ഭയങ്കര ഇഷ്ടമാണ്. ഇതടി നിങ്ങൾക്ക് കാണാൻ എക്സസൈസ് ഒന്നും ഇല്ലല്ലേ? ഒന്നുമില്ല, അത്രേ ഉള്ളൂ. ഇവിടെ പഠിക്കാനേ സമയമില്ല, പിന്നെ എക്സസൈസ് ഒക്കെ എങ്ങനെ? അപ്പൊ നമുക്ക് ഇനി ഇവിടെ നിന്ന് കൂടുതൽ സമയം ചുറ്റിത്തിരിയണ്ട, നമുക്ക് അമ്മയും കൂടെ ഒന്ന് കാണണം. അമ്മ ഇവിടെ ഉണ്ട്. അപ്പൊ ഭയങ്കര മോന്റെ കാര്യത്തിൽ ഏറ്റവും ഇതിനെക്കാട്ടി കഷ്ടപ്പാടുള്ള പിള്ളേരൊക്കെ ഉണ്ടാവും. പക്ഷെ അവന്റെ പോസിറ്റീവ്, അവന്റെ സ്മൈൽ, അവനത് പറഞ്ഞ രീതി, അതൊക്കെയാണ് ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടമായത്. അപ്പൊ ഒരുപാട് പേര് അന്വേഷിക്കുന്നുണ്ട് എന്ത് നന്നായിട്ടാ സംസാരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആ കമന്റ്സ് ഒക്കെ അമ്മ വായിച്ചു കാണുമല്ലോ, എന്താ തോന്നിയേ? എനിക്ക് ഭയങ്കര അഭിമാനമാണ് തോന്നി എൻ്റെ മോനെ കൊണ്ട്. ലൈക്ക് ഐ എം സോ പ്രൗഡ് ഓഫ് ഹിം. ഞാൻ പുണ്യം ചെയ്യണം എനിക്കിങ്ങനെ ഒരു മകനെ കിട്ടിയതുകൊണ്ട്. പിന്നെ അവന് പ്രയാസം എന്ന് പറഞ്ഞാൽ എന്നെയും നോക്കണം, അപ്പൂനെയും നോക്കണം. അതിൻ്റെ ഇതിൽ എനിക്ക് ഇച്ചിരി വിഷമമുണ്ട്. അല്ലാതെ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു എൻ്റെ മോനെ കൊണ്ട്. കാരണം അവൻ ഇത്രയും പഠിക്കാനുള്ളതിലും അവനെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു ജീവിതം. അപ്പോൾ എപ്പോഴും അവനോട് പറയും, മോനെ എല്ലാ കഷ്ടപ്പാടിനും ഒരു അവസാനം ഉണ്ടാവും. അപ്പം ഇപ്പം ദൈവമായിട്ട് കൊണ്ടുവന്നതായിരിക്കും ഈ അനുഗ്രഹം എന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും. അമ്മ ആദ്യം അപ്പൊ ഇങ്ങനെ അവൻ ഒറ്റയ്ക്കാവുമ്പോ, അതായത് ഇങ്ങനെ ഒറ്റയ്ക്കൊരു ഈ ഭാരം എല്ലാം ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ, അപ്പൊ ഒട്ടും പതറിയില്ല? ഇങ്ങനെ തന്നെ ഈ സ്മൈൽ അപ്പോഴും ഉണ്ടായിരുന്നു? ഈ സ്മൈൽ എപ്പോഴും ഉണ്ട് മോളെ, എപ്പോഴും ചിരിച്ചിട്ടിരിക്കും. അവന്റെ ഓരോ ഫോട്ടോസ് കാണുമ്പോഴും അറിയാം എപ്പോഴും സ്മൈലാ. ഞാൻ അവന് കരഞ്ഞ് കണ്ടിട്ടില്ല, വിഷമിച്ച് കണ്ടിട്ടില്ല. ഞാൻ എപ്പോഴും ചോദിക്കും, നിനക്ക് കരച്ചിലൊന്നും വരത്തില്ല എന്ന് ചോദിക്കും. അപ്പൊ എന്നിട്ട് അപ്പോഴും എന്റെ അമ്മ എന്റെ അടുത്ത് പറയും, നിനക്ക് എന്തോ ഫീലിങ്സ് ഒന്നുമില്ലേ? വികാരമൊന്നുമില്ല. ഞാൻ കാരണം എപ്പോഴും അവന്റെ ഏത് ഫോട്ടോ നോക്കിയാലും ഇവരുടെ മുമ്പിൽ അല്ലെന്നേ ഉള്ളൂ, റൂമിൽ പോയിരുന്നു
അപ്പോൾ ഏത് ഫോട്ടോ നോക്കിയാലും ചിരിച്ചിട്ടേ ആയിരിക്കുന്നത്, എപ്പോഴും ഒരു പ്ലസന്റ് സ്മൈലിലായിരിക്കുന്നത്. കുഞ്ഞിലെ തൊട്ട് ഇങ്ങനെയാണോ? കൊച്ചിലെ തൊട്ടേ അങ്ങനെ, കൊച്ചിലെ തൊട്ടേ. മോനെ നോക്കുന്ന കാര്യത്തിലാണെങ്കിലും ഇങ്ങനെ ഒരു കുഞ്ഞാണെന്നുള്ളൊരു കാര്യമൊക്കെ അവൻ അക്സെപ്റ്റ് ചെയ്തത് അതൊക്കെ ഓർക്കുന്നുണ്ടോ? ആണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു, കാരണം ഞാൻ അവനെ ഒരുപാട് സ്നേഹിക്കുന്നെന്നുള്ള ഒരു തോന്നൽ അവന്. പക്ഷെ വലുതായി കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി രണ്ടുപേരെ ഒരുപോലെ സ്നേഹിക്കുന്നു. അവന് ഇങ്ങനെ വൈകല്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ അവന് കൂടുതൽ ടൈം കൊടുക്കുന്നു എന്നുള്ളത്. പക്ഷെ ഇപ്പോൾ അവന് മനസ്സിലായി. ഇപ്പോൾ അവൻ്റെ കൂടെ കിടക്കുന്നതും ഉറങ്ങുന്നതും കുളിപ്പിക്കുന്നതും കഴിപ്പിക്കുന്നതും എല്ലാം അവൻ തന്നെയാണ്. എനിക്ക് റോളില്ല. അപ്പോൾ എപ്പോഴും അപ്പോൾ എന്നോട് ചോദിക്കും, കല്യാണം കഴിച്ച് ഞാൻ എപ്പോഴേലും പോവാൻ നേരത്ത് അന്നേരം ഇവനെയും കൊണ്ടുപോകേണ്ടി വരുമല്ലോ. അങ്ങനെ ഡൗട്ട് ഉണ്ടോ? ഡൗട്ടൊന്നല്ല, അത് ചെയ്തേ പറ്റൂ. ചെയ്യും അല്ലേ? ചെയ്തേ പറ്റൂ. എന്നോട് ആ ഗേള് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഗേളിനെ ഞാൻ എടുക്കുള്ളൂ. ഇന്റർവ്യൂവിൽ പറഞ്ഞില്ല, അതായത് ഇപ്പൊ എനിക്ക് എന്റെ ഇഷ്ടം മാത്രം നോക്കിയാൽ പോരാ കല്യാണത്തിന്. ഇപ്പൊ ബാക്കിയുള്ളവർക്കാണെങ്കിൽ അവരുടെ ഇഷ്ടം മാത്രം നോക്കി, അവർക്ക് ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടാൽ അവർക്ക് അങ്ങ് എടുക്കാം. എനിക്ക് അങ്ങനെയല്ല, എനിക്ക് എന്റെ കാര്യം നോക്കണം, ഇവരെ രണ്ടുപേരെ നോക്കണം, ഇവരുടെ ഇഷ്ടത്തിന് പ്രകാരം എനിക്ക് നോക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരാളെ കിട്ടുന്നുവെങ്കിൽ സന്തോഷം. ഇക്കാലത്ത് അങ്ങനത്തെ ഒരാളെ കിട്ടുമെന്ന് പോലും എനിക്ക് അറിയത്തില്ല, പക്ഷെ കിട്ടുവാണെങ്കിൽ സ്വീകരിക്കും. അപ്പൊ അപ്പോഴും അവൻ അങ്ങനെയാ പറയുന്നത്, നിങ്ങളുടെയും കൂടെ ഇഷ്ടമെന്നാ പറയുന്നത്. അന്നേരം എപ്പോഴും പറയാം, അമ്മേനെയും എൻ്റെ അപ്പൂനെയും നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ കല്യാണം കഴിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ മോൻ്റെ ഭാവിക്ക് മോൻ അത് ഇതാവൂലേ? അപ്പോൾ എന്നോട് പറയും, ഇല്ല ഇല്ല, അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നവർ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ കല്യാണം കഴിക്കുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ സിംഗിൾ ആയിട്ടിരിക്കും. അമ്മ, എനിക്ക് ഒരു കാര്യം കൂടെ ചോദിക്കാനുള്ളത്, നമ്മൾ ഇത്രയും അതായത് കുറെ നമ്മളൊരു വീഡിയോ ഇട്ടു, അപ്പോൾ ഇവന്റെ പോസിറ്റിവിറ്റി കണ്ടിട്ട് ഒരുപാട് പേര് ഇങ്ങനെ സഹായിക്കാൻ വരുന്നുണ്ടല്ലോ, അവരെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഒരു കേരളത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്, ഒരുപാട് പേര് ഇങ്ങനെ മുന്നോട്ട് വരിക, ഇങ്ങനെ കണ്ടിട്ട് അവന്റെ എന്ത് നന്നായി സംസാരിക്കുന്നു. അപ്പോൾ ആ ഒരു സഹായ മനസ്കതയൊക്കെ എങ്ങനെ കാണുന്ന അമ്മ? അയ്യോ, ഞാൻ വലിയ അനുഗ്രഹമായിട്ട് കാണുക. അത് എനിക്ക് ഇത്രയും ആൾക്കാരുടെ റെസ്പോൺസിൽ എനിക്ക് എല്ലാവരുടെ അടുത്തും ഒരു കൂപ്പുകൈ മാത്രം, നന്ദി മാത്രം, വേറെ വാക്കുകളൊന്നുമില്ല. എനിക്ക് ഇത് ഒരു ആക്സിഡൻ്റായിട്ട് ഇത് പറ്റിയെങ്കിലും ദൈവാനുഗ്രഹം കൊണ്ടാണ് ഇത്രയും പേര് അവനെ വിളിക്കാനും സംസാരിക്കാനും. അവന് നന്ദി മാത്രം ഈശ്വരനോട്. ബാക്കി എന്താ പറയണ, എനിക്ക് വാക്കുകളില്ല. മോന് ഷെഫ് ആവണം, പിന്നെ ഹോട്ടൽ മാനേജ്മെന്റ് ആ ഏരിയ ആണ് ഇഷ്ടമെന്ന് പറഞ്ഞു. അമ്മക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടോ അവനെ കുറിച്ച്, അവൻ എന്താകണം? അല്ലെങ്കിൽ അവന് എന്താ ഇഷ്ടമുള്ളത് അവനായിക്കോട്ടെ. കാരണം അവൻ ഒന്നിനോടും ഒരു സാധനം വേണമെന്ന് പറഞ്ഞിട്ടേ ഇല്ല ഈ കുട്ടി, കൊച്ചിലെ തൊട്ടേ അങ്ങനെ. അപ്പോൾ അവൻ എന്താ ആഗ്രഹം ദൈവം അവന് നടത്തി കൊടുക്കട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. ദൈവാനുഗ്രഹം കൂടെ വേണമല്ലോ നമുക്ക്, നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രം പോരല്ലോ. അപ്പോൾ അവന് ആ ഷെഫ്, അവന് കമൻസിലെല്ലാം ഷെഫ് സുരേഷ് പിള്ള എന്നാ എഴുതിയേക്കണേ. അപ്പം അവനൊരു ഷെഫാട്ടെ. അമ്മ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇനി കാണണം, എനിക്ക് അങ്ങനെ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, ഇനി ഞാൻ ഏറ്റവും ഇതായത് സഹായം ചോദിക്കുന്നവരുടെ അടുത്ത് എന്ത് സഹായമാണ് വേണ്ടതെന്ന് അവർ ചോദിക്കാൻ സാധ്യതയുണ്ടല്ലോ. അപ്പൊ അമ്മ എന്താണ് ആഗ്രഹിക്കുന്നത്? എന്താ അവരോട്? ഈ മോൻ്റെ ഒരു എഡ്യൂക്കേഷൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ ഞാൻ കൺസേൺഡ്, വേറെ ഒന്നുമില്ല. എൻ്റെ മോൻ്റെയും അപ്പൂൻ്റെയും കാര്യം മാത്രം. അപ്പൂനെ നല്ലൊരു സ്കൂളിൽ ചേർക്കണം. എൻ്റെ സഞ്ജുവിൻ്റെ, എൻ്റെ ഈ നിഖിലിൻ്റെ, അവനെ വീട്ടിൽ വിളിക്കുന്ന സഞ്ജു എന്നാട്ടോ. അപ്പം സഞ്ജു എന്നാണ് വരുന്നത്. അവൻ്റെ ഒരു എഡ്യൂക്കേഷൻ ആരെങ്കിലും സഹായിക്കാനുണ്ടെങ്കിൽ വലിയ ഉപകാരം. എൻ്റെ അപ്പൂൻ്റെ കാര്യത്തിന് ആരെങ്കിലും നോക്കാനുണ്ടെങ്കിൽ അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. മോൻ എന്താ എയിം, എന്താ ഈ ഹോട്ടൽ മാനേജ്മെന്റ് കരിയർ വൈസ് പറഞ്ഞു, അല്ലാതെ ഒരു സ്വപ്നം എന്താണ്? സ്വപ്നം എന്ന് പറയാനായിട്ട് ഒന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാനങ്ങനെ എയിം സെറ്റ് ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ വെച്ചിട്ടില്ല. ഈ കുക്കിംഗ് എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്, അതുകൊണ്ട് തന്നെ ഞാൻ കുക്കിംഗ് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യാന്നുള്ള, അല്ലാണ്ട് ഇപ്പോൾ ചേച്ചി ചോദിച്ചതുപോലെ എന്തോ സ്വപ്നം അങ്ങനെ എനിക്കില്ല. കാര്യം അത് എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഇപ്പോൾ ബാക്കിയുള്ളവർ ചോദിച്ചാൽ അവർ പറയും എനിക്ക് ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, എനിക്ക് അതാവണം, ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എനിക്ക് പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് പൊതുവേ ഒരു കാര്യങ്ങളോട് ഇൻട്രസ്റ്റ് ഇല്ല. എനിക്കറിയില്ല എന്താണ്. ആകെ ഒരു ഇതെന്ന് പറയാനാണെങ്കിൽ പാട്ട്, അതെന്തേലും കേൾക്കുമോ അതേ ഉള്ളൂ. ഒരു ജീവിതത്തിൽ അങ്ങനെ ഇപ്പോൾ ഇൻട്രസ്റ്റ് എന്ന് പറയും. ഇപ്പോൾ ബാക്കിയുള്ളവരോട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അവർ പറയും അവർ വരയ്ക്കും, അവരത് ചെയ്യും, എല്ലാം ചെയ്യുമെന്ന് പറയും, അവർക്ക് അത് പെർസ്യൂ ചെയ്ത് പോകണമെന്ന്. എനിക്കങ്ങനെ ഒന്നും തോന്നിയിട്ടുമില്ല, ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ഇപ്പം അമ്മ തന്നെ ചോദിച്ചിട്ടുണ്ട്, നിനക്കെന്തോ ഒന്നിനോടും താല്പര്യമില്ലാത്തത് തന്നെയാണ് സത്യം പറഞ്ഞത്. ഇപ്പം പാട്ട് എനിക്കിഷ്ടമാണ്, കുക്കിങ്ങും ഇഷ്ടമാണ്. ഇത് രണ്ടിൽ എന്താണ് പറ്റുന്ന അത് ചെയ്യും. രണ്ടും പറ്റുമെങ്കിൽ രണ്ടും മുന്നോട്ട് കൊണ്ടുപോകും. ചെറിയ ജലദോഷം ഉണ്ട്, അതുകൊണ്ട് പാടാൻ പറഞ്ഞ ബുദ്ധിമുട്ടായിരിക്കുമോ? ശ്രമിക്കാം.
അതാണ് ഒന്ന് ഒരു 2 3 നമുക്ക് ദൈവത്തിന്റെ പാട്ട് തന്നെ പാടാം. അപ്പൊ ചേട്ടൻ പാടാൻ പോവാണേ. അപ്പൊ ഇവിടെ ഇരിക്കാം. വാ ഇവിടെ ഇരിക്കൂ. ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ച് നടത്തുന്ന സ്നേഹം, എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോട് ചേർക്കുന്ന സ്നേഹം, ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ച് നടത്തുന്ന സ്നേഹം. ഇതാണ് നിഖിലിന്റെ ചേട്ടച്ചന്റെ ജീവിതം. നിഖിലിന് ഒരു സർപ്രൈസ് നൽകുകയാണ് ന്യൂസ് 18. ഒരു ഷെഫ് ആകണമെന്ന് ആഗ്രഹം പറഞ്ഞിരുന്നു ഞങ്ങളോട്. കേരളത്തിന്റെ പ്രിയപ്പെട്ട ഷെഫ് സുരേഷ് പിള്ളയെ കാണാനും സംസാരിക്കാനും ആഗ്രഹമുണ്ടെന്നും നിഖിൽ പറഞ്ഞിരുന്നു. ആഗ്രഹം സഫലമാക്കുകയാണ് ഞങ്ങൾ. തിരുവനന്തപുരം മുക്കോലയ്ക്കൽ സെന്റ് തോമസ് സ്കൂളിൽ നിന്ന് സിമി തോമസും കൊച്ചിയിൽ നിന്നും ഷെഫ് പിള്ളയുടെ ലേ മെറിഡിയനിലെ റെസ്റ്റോറൻറ്റിൽ നിന്ന് നവമി ദിനേശും നമുക്കൊപ്പം ചേരുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരെയും ഒന്ന് സംസാരിപ്പിക്കുക, ന്യൂസ് 18 അത് പറ്റുന്നു എന്നുള്ളതിൽ ഞങ്ങൾ വലിയ സന്തോഷത്തിലാണ്. ഞാൻ ആദ്യം സിമിയിലേക്ക് പോകുന്നു. സിമി, വലിയ സന്തോഷത്തിലാണ് മോനുണ്ടായിരുന്നത്. നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം അവൻ്റെ വീട്ടിൽ പോയപ്പോഴും ഒരുപാട് പേരുടെ റെസ്പോൺസ് വരുന്നുണ്ടായിരുന്നു നിഖിലിനും വീട്ടുകാർക്കും എന്നുള്ളതാണ്. എന്താണ് അവിടുന്ന് അവൻ്റെ ഒരു സന്തോഷം എങ്ങനെയാണ്? ഇപ്പോൾ നമ്മൾ അവൻ്റെ ഒരു സ്വപ്നം നടത്താൻ പോവുകയാണ്. അശ്വതി, ആദ്യം തന്നെ പറയട്ടെ, കണ്ണും മനസ്സും നിറയ്ക്കുന്ന അനുഭവമാണ് ഈ 2-3 ദിവസങ്ങളിലായിട്ട് എനിക്കും അശ്വതിക്കും ഒപ്പം ന്യൂസ് 18 കുടുംബാംഗങ്ങൾക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണം പറയാൻ. നമ്മൾ ഈ മോൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്തും ക്യാമറയുടെ പിന്നിൽ നിന്ന എനിക്കും സന്തോഷ് കാരക്കോണത്തിനും ഷിജു ചവറയ്ക്കും ഒപ്പം അശ്വതി പിള്ളയുടെ ഒക്കെ കണ്ണ് നിറയുന്ന ഒരു അനുഭവമായിരുന്നു. ആ അനുഭവം കണ്ണ് നിറയുന്നതിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് പേര് വിളിക്കുന്നു, നിഖിലിനെ ഞങ്ങൾക്ക് കാണണം, നിഖിലിനെ ഞങ്ങൾക്ക് സഹായിക്കണം, ആ മോൻ എവിടെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നും ഒക്കെ ആൾക്കാർ വിളിക്കുമ്പോൾ നമ്മളുടെ മനസ്സ് നിറയുകയാണ്. സത്യത്തിൽ ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ നമ്മൾ ആ സ്കൂളിൽ വന്നത് ഒരു പ്ലാസ്റ്റിക്കുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ ചെയ്ത ഒരു വേറിട്ട ഒരു സംരംഭം റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് കുട്ടികളെ കൊണ്ട് പാട്ട് പാടിച്ചു. നിഖിൽ മനോഹരമായി പാടിയ ശേഷം നിഖിൽ മൈക്ക് നമുക്ക് തിരിച്ചു തന്നു. അപ്പോഴാണ് അശ്വതി ചോദിക്കുന്നത്, മോനെ പാട്ട് പഠിക്കുന്നില്ലേത്? അപ്പം ഇല്ല. വീണ്ടും നമ്മൾ മൈക്ക് തിരിച്ചു കൊടുത്തിട്ട് അവനോട് ചോദിച്ചു എന്തുകൊണ്ട് പഠിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു തുടങ്ങി ആകെ 30 മിനിറ്റുള്ള ആ പ്രോഗ്രാമിൽ ഒരു 10 മിനിറ്റും നിഖിൽ മോൻ തന്നെയായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. നമ്മളുടെ എല്ലാം കണ്ണ് നിറച്ച് അവൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. ആരും ഇതൊന്നും കേൾക്കാൻ തയ്യാറല്ല ഇക്കാലത്ത് എന്നാണ് അവൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മൾ ഈ വാർത്ത സംപ്രേഷണം ചെയ്ത ശേഷം നമുക്കുണ്ടായ അനുഭവം, മോനുണ്ടായ അനുഭവം കാണിച്ചു തരുന്നത് ആരും കേൾക്കാനില്ലാത്ത അവസ്ഥ ഈ കേരളത്തിനില്ല, ഈ സമൂഹത്തിനില്ല, ഒരുപാട് സുമനസ്സുകളുണ്ട് എന്നാണ്. അത് ശരിക്കും നമ്മുടെ ഈ ജേർണലിസം കരിയറിൽ ഒരുപാട് മനസ്സന്തോഷം തരുന്ന, മനസ്സ് നിറയ്ക്കുന്ന, അവൻ്റെ അനുഭവം കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് നൊമ്പരം ഉണ്ടായെങ്കിലും ഇപ്പോൾ നമ്മളുടെ മനസ്സ് നിറയ്ക്കുന്ന അനുഭവമാണ് അശ്വതി ഉണ്ടായിരിക്കുന്നത്. ഇനി ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട്, ഒരുപാട് പേര് സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ യാഥാർത്ഥ്യമാകട്ടെ എന്ന് പറയുന്നു. അശ്വതിയുടെ ആ ഇടപെടലും അവനോട് സംസാരിക്കാൻ, അവനോട് കൂടുതൽ നേരം സംസാരിക്കാൻ, അവനിലേക്ക് എത്താൻ അശ്വതി കാണിച്ച ആ ഒരു മനോഭാവവും എല്ലാം ഇതിന് ഒരു നിമിത്തമായി എന്ന് വേണം പറയാൻ. അതുകൊണ്ട് വളരെ സന്തോഷത്തോടെയാണ് പാഠം 4 എന്ന നമ്മളുടെ പ്രോഗ്രാമിലൂടെയാണ് ഈ മോനെ നമുക്ക് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കാൻ സാധിച്ചതും അവനെ ലോകം അറിയാൻ സാധിച്ചതും. അവൻ്റെ പോസിറ്റിവിറ്റി കണ്ടിട്ടാണ് നമ്മൾ അവൻ്റെ വാർത്ത സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാൻ തീരുമാനിച്ചത്. കാരണം ഇതുപോലെ കഷ്ടത അനുഭവിക്കുന്ന ഒരുപാട് പേർ ഈ സമൂഹത്തിലുണ്ടാവും. അവരും ഇതുപോലെ ചിന്തിക്കട്ടെ. ഒപ്പം ഇവന് സഹായങ്ങൾ ലഭിക്കുന്നെങ്കിൽ, ഒരു പിന്തുണ ലഭിക്കുന്നെങ്കിൽ ലഭിക്കട്ടെ എന്ന ഉദ്ദേശത്തോടെയായിരുന്നു നമ്മൾ ഈ വാർത്ത സംപ്രേഷണം ചെയ്തത്. അതിന് ഫലം കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. അശ്വതി, സിമി, നമുക്ക് സർപ്രൈസ് അങ്ങ് പൊട്ടിച്ചാലോ? നവമിയുണ്ട് കൊച്ചിയിൽ, കോള് വരാറായോ? നിഖിലുണ്ടോ? തീർച്ചയായും കോള് വന്നിട്ടുണ്ടെന്നോ. നവമിയോടൊന്ന് സംസാരിച്ചിട്ട് തീർച്ചയായിട്ടും ഞാൻ നവമിയിലേക്ക് പോകുന്നു. നവമിക്കൊപ്പം ഷെഫ് പിള്ളയുണ്ട്, സുരേഷ് പിള്ളയുണ്ട്. സാർ എന്നെ കേൾക്കുന്നുണ്ടോ? സുരേഷ് സാറിന് കേൾക്കാമോ? കേക്കാം. നിഖിലിന്റെ വാർത്ത കണ്ടിരുന്നു അല്ലേ? ഇപ്പൊ നിഖിലിനെ കാണുന്നുണ്ട്. സംസാരിച്ചോളൂ, നിഖിലിനോട് സംസാരിച്ചോളൂ. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്?
എനിക്ക് നിഖിലിനെ കാണാം. അതിനു മുമ്പ് കഴിഞ്ഞ 2 ദിവസമായിട്ട് ഏകദേശം ഒരു 1000-ലധികം മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലുമായിട്ട് ആ വീഡിയോ ന്യൂസ് 18 ചെയ്ത വീഡിയോ എനിക്ക് അയച്ചു തന്നു. അപ്പം ഇതുപോലെ ഓരോരുത്തർ അയച്ചു തരുമ്പോഴും എനിക്ക് ആ തിരക്കിനിടയിൽ കാണാൻ പറ്റില്ല. അപ്പം എന്റെ പേഴ്സണൽ ആയിട്ടുള്ള കുറെ ആൾക്കാർ ഒരുമിച്ച് ഈ വീഡിയോ വാട്സാപ്പിൽ അയച്ചപ്പോൾ എനിക്ക് എന്തോ എന്നെക്കുറിച്ച് വല്ലതും പറയുന്നതാണ്. അങ്ങനെ ഇത് കണ്ട് എനിക്ക് ആകെ ഒരു ഭയങ്കര ഒരു എന്താ പറയാ, ഇപ്പം ഇതിനു മുമ്പ് തൊട്ട് മുമ്പ് പറഞ്ഞൊക്കെ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. അപ്പൊ തന്നെ എനിക്ക് നിഖിലിനെ വിളിച്ച് ഇതെന്താണ് ഒരു ഷെഫ് ആവണമെന്നൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ തന്നെ ഇതല്ല ഈ ഒരു അല്ലാതെ തന്നെ എനിക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു നിഖിൽ പറഞ്ഞ ആ ഒരു വർത്തമാനത്തിൽ തന്നെ മനസ്സിലായി. അല്ലാതെ ഒരു ഫാമിലിയിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഹെൽപ്പ് ചെയ്യേണ്ട രീതിയിലല്ല, അല്ലാതെ തന്നെ ഹീസ് ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ നിഖിലുമായിട്ട് തന്നെ ഞാൻ സംസാരിക്കട്ടെ. ഹായ് നിഖിൽ. ഭയങ്കര സന്തോഷം. അതിന്റെ ആ ഒരു ആത്മവിശ്വാസത്തോടെ സംസാരിച്ച കേട്ടപ്പോൾ തന്നെ ബാക്കിയുള്ള മുഴുവൻ കഥകൾ കേൾക്കുന്നതിന് മുന്നേ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഒരു ഷെഫ് ആവണം എന്നൊരു ആഗ്രഹം കേൾക്കുമ്പോൾ ഏതൊരു ഷെഫിനും ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി ഒരു +2 ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വിട്ടിട്ട് ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഷെഫ് ആവണമെന്ന് കേൾക്കുമ്പം അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് മാറുന്നെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. അപ്പോൾ അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും നിഖിലിന് ആഗ്രഹിക്കുന്ന രീതി ഒരു ഗ്രേറ്റ് ഷെഫ് കേരളത്തിൽ നിന്നുള്ളൊരു ഗ്രേറ്റ്, കാരണം +2 പഠിക്കുന്നതിന് മുന്നേ തന്നെ ഒരു ആഗ്രഹം, പലരും പല സാഹചര്യം കൊണ്ട് കയറി വരുന്നവരാണ് ഷെഫായിട്ട്, അല്ലെങ്കിൽ പിന്നീട് അവിചാരിതമായിട്ടൊക്കെയാണ് വരിക. പിന്നെ വളരെ ഫോക്കസ് ആയിട്ട് അല്ലെ പാഷനായിട്ട് 8ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ എനിക്കറിയാം അവർക്ക് ഷെഫ് ആവണമെന്നുള്ളത്. അപ്പൊ ആ രീതിയിൽ എത്രയും ആഗ്രഹിച്ച ഒരു സംഭവം തീർച്ചയായിട്ടും ഉടൻ തന്നെ ഉണ്ടാവും. +2 പഠിക്കുകയാണെന്ന് എനിക്കറിയാം. +2 പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ത്യ ഗവൺമെന്റിന്റെ ഏതെങ്കിലും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു 4 ഇയർ IHM-ൽ, പ്രത്യേകിച്ച് അത് ബാംഗ്ലൂരിലോ ട്രിവാൻഡ്രത്തോ അല്ലെങ്കിൽ കോവളത്താണ് തൊട്ടടുത്തുള്ളത്, അതല്ലെങ്കിൽ ചെന്നൈയിലോ ബാംഗ്ലൂരോ ഉള്ള ഒരു 4 വർഷത്തെ ഒരു IHM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിന്റെ ഒരു കോഴ്സ് ചെയ്യാം ഇത് കഴിഞ്ഞിട്ട്. അതിനോടൊപ്പം തന്നെ ഒന്നീ ബാംഗ്ലൂർ ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ വന്ന് ഒരു അവിടെ നിന്ന് ജോലി ചെയ്ത് അതിന്റെ ട്രെയിനിങ് ചെയ്തിട്ട് കോളേജിൽ പഠിക്കുന്ന ഒരു അവസരം ഉണ്ടാവും. ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനുശേഷം നിന്റെ ആഗ്രഹം പോലെ ഏതൊക്കെയാണ്, ഏത് മേഖലയിലാണ്, ഏത് ക്വിസിനാണ് നിനക്ക് താല്പര്യം, അതനുസരിച്ചുള്ള ഒരു സ്പെഷ്യലൈസ് ട്രെയിനിങ്ങും ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനുശേഷം ഒരു ജോലി എല്ലാം വരുന്നൊരു സംഭവമാണ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ന്യൂസ് 18 ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അങ്ങോട്ട് വിളിച്ച് നിഖിലിന്റെ നമ്പർ ആവശ്യപ്പെട്ടപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു നേരിട്ട് കാണാൻ പറ്റുമെന്നും വീഡിയോ കോൾ ആണെങ്കിലും നേരിട്ട് കാണാൻ പറ്റി, എത്രയും പെട്ടെന്ന് ഒരു ദിവസം നേരിട്ട് വന്ന് കണ്ട് അതെങ്ങനെയാണ് ചെയ്യേണ്ടത്. +2 പഠിച്ചിട്ട് ഇപ്പോൾ അതിന്റെ അടുത്ത അഡ്മിഷന് വേണ്ടിയിട്ട് IHM-ലോ അല്ലെങ്കിൽ ബാംഗ്ലൂർ IHM-ലോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച അക്കാഡമിയിൽ പഠിച്ച് 4 ഇയർ ഡിഗ്രി എടുത്ത് അതിനോടൊപ്പം ജോലി ചെയ്തുകൊണ്ട് തന്നെ എനിക്കത് മനസ്സിലാവും, നിനക്കത് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. ജോലി ചെയ്തുകൊണ്ട് അതിന്റെ നമ്മുടെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ട് പഠിച്ച് മികച്ച ഇത് നേടി അതിനുശേഷം അതിന്റെ അടുത്ത ലെവലിലേക്കൊക്കെ പോകാനുള്ളൊരു ഗൈഡൻസും മെന്റർഷിപ്പും ജോലിയും എല്ലാം ഞാൻ ഓഫർ ചെയ്യുകയാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് നമ്മളുടെ സ്ഥാപനത്തിൽ ഈവൻ ഒരു വെക്കേഷൻ വന്നാൽ പോലെ ഒരുപാട് സന്തോഷം. ഇതിന് കൂടുതലൊന്നും പറയാനില്ല സത്യം പറഞ്ഞാൽ. വെക്കേഷൻ സമയത്തൊക്കെ നമ്മുടെ കിച്ചണിൽ കൊച്ചിയിലോ ബാംഗ്ലൂരോ എല്ലായിടത്തും ഗോവയിലൊക്കെ പഞ്ചനക്ഷത്ര ഹോട്ടലിലാണ്. അപ്പോൾ അവിടെ വന്ന് അതിന്റെ ഒരു ഇന്റേൺഷിപ്പ് പോലെ ഈവൻ ട്രെയിനിങ് വെക്കേഷൻ കിട്ടിയാലും വന്ന് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനൊക്കെ പറ്റുന്ന ഒരു അവസരവും ഞാൻ ഉണ്ടാക്കുന്നതാണ്. അതിനുശേഷം ഈ ഒരു നിഖിലിന്റെ നെക്സ്റ്റ് ഇതിന്റെ പഠിക്കാനുള്ള ഈ ഒരു കോളേജിന്റെ പഠിക്കാനുള്ള കാര്യവും അതിന്റെ ഫർദർ ട്രെയിനിങ്ങും അതിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിരിക്കും. അത് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇതിനോടൊപ്പം ജോലി ചെയ്ത് യു വിൽ ഗെറ്റ് ആൻ ഇൻകം, ഒരു ഇൻകം കൂടെ ജനറേറ്റ് ചെയ്തുകൊണ്ട് പഠിക്കാൻ പറ്റുന്ന ഒരു പാക്കേജാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. പഠനത്തോടൊപ്പം ഒരു വരുമാനം കൂടെ കിട്ടുന്ന രീതിയിൽ, അപ്പോൾ ഫാമിലിയെ കൂടെ ബ്രദറിനെയും അമ്മയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു സംഭവമായിരിക്കും. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇതിന് നേരിട്ട് കാണുമ്പം ഇനി ഈ ഒരു മേഖലയിൽ എങ്ങനെയൊക്കെ ആവാം. നമ്മൾ എന്റെ കഥകളൊക്കെ അറിയാമല്ലോ, നമ്മൾ ഇതൊന്നും പഠിക്കാണ്ട് വന്നിട്ട് കുറച്ചൊക്കെ നേടിയതാണ്. അപ്പോൾ നല്ല രീതിയിൽ പഠിച്ച് ആ ഒരു വിഷനോടുകൂടി ചെയ്താൽ നിഖിലിന് ഒരുപാട് ഉയരങ്ങളിലെത്താൻ പറ്റുകയും ഇന്ത്യയിലെയും ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു ഷെഫായിട്ട് മാറാൻ ആ ഒരു പാഷനിൽ നമുക്ക് ട്രെയിൻ ചെയ്തിട്ട് കൊണ്ടുവരാനൊക്കെ പറ്റും. ഇപ്പൊ ലോകം അറിയപ്പെടുന്ന ഒരു ഷെഫാക്കി മാറ്റാനുള്ള മലയാളികളെല്ലാം നിഖിലിനോടൊപ്പം ഉണ്ടെന്നുള്ളതാണ്. ഒരു പ്രശ്നം വന്നു, ഇങ്ങനെ ഒരു വാർത്ത ന്യൂസ് 18 വന്നപ്പം മുതൽ എനിക്ക് വന്ന ആയിരക്കണക്കിന് മെസ്സേജ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആയിരക്കണക്കിന് പേര് എന്നെ ടാഗ് ചെയ്തിട്ട് ഇത് അയച്ചിട്ടുണ്ടെങ്കിൽ മലയാളികളെല്ലാം നിഖിലിനോടൊപ്പം ഉണ്ട്, നിഖിലിന്റെ കുടുംബത്തോടൊപ്പം ഉണ്ട്. അപ്പൊ ഇനിയുള്ള കാലം ഇത് ഈ ഒരു പ്രൊഫഷണലെ ഇന്ത്യയിലെ തന്നെ ഒരു മികച്ച ഒരു ഷെഫായിട്ട് മാറാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് കാണാം. നമ്മുടെ RCP ലാമറിഡിയനിലാണ്. അപ്പൊ അതുപോലെ ഇവിടുത്തെ കിച്ചണിൽ എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഉള്ള ഒരു കാഴ്ച നേരിട്ട് തന്നെ എത്രയും പെട്ടെന്ന് ഹോട്ടലിൽ കൊണ്ടുവരാം.
കൊണ്ടുവന്നതിൻ്റെ ഒരു ബേസിക് ആയിട്ട് എങ്ങനെയൊക്കെയാണ് ഒരു കിച്ചൺ വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെയാണുള്ളത്. അപ്പോൾ വീട്ടിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് അത് അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് അനിവാര്യമായിട്ട് ഉണ്ടാക്കി നൂഡിൽസ് ഉണ്ടാക്കുന്നത്, നിങ്ങളുടെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ നൂഡിൽസ് കഴിക്കാനായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അത് ആ വീഡിയോയിൽ പറയുന്നുണ്ടല്ലോ, ഞാൻ എൻ്റെതായ രീതിയിൽ ക്രിയേറ്റ് ചെയ്തൊരു പുതിയ നൂഡിൽ ഉണ്ടാക്കി എന്ന് പറഞ്ഞു. അപ്പോൾ ആ നൂഡിൽ എന്തായാലും ഞാൻ വീട്ടിൽ വന്ന് കഴിക്കുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ എത്രയും പെട്ടെന്ന് ഈ കൊച്ചിയിൽ കൊണ്ടുവരും. കൊച്ചിയിൽ കൊണ്ടുവന്നിട്ട് ഈ റെസ്റ്റോറൻറ്റിൽ സ്കൂളിലെ വെക്കേഷൻ ടൈമിൽ ആഫ്റ്റർ എക്സാം ഉണ്ടല്ലോ, എക്സാം കഴിഞ്ഞിട്ടുള്ള ഒരു വെക്കേഷൻ ടൈമിൽ ഇവിടെ ഒരു ഇന്റേൺഷിപ്പ് ഒരാഴ്ചയാണോ 2 ആഴ്ചയാണോ ഫ്രീ ഇവിടെ നിർത്തി നമുക്കതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചിട്ട് BHM IHM-ൽ എങ്ങനെ അഡ്മിഷൻ നേടാം ഈ വർഷം, ഏറ്റവും മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എവിടെയാണോ ഉള്ളത്, അതിപ്പം ഗവൺമെന്റിന്റെ ആണെങ്കിൽ നമുക്ക് ഗവൺമെന്റ് സംവിധാനത്തോടു കൂടി ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും നല്ല മികച്ച പ്രൈവറ്റ് ഒത്തിരി കോളേജുകളുണ്ട്. അപ്പോൾ അവിടെ എല്ലാം നമുക്ക് കണക്ഷൻ ഉണ്ട്. എവിടെയെങ്കിലും നല്ലൊരു 4 ഇയർ ഡിഗ്രി ചെയ്യിപ്പിക്കാൻ. ഞാനിപ്പോൾ കിച്ചൺ ഒന്ന് കാണിക്കാം. അവിടുത്തെ ഷെഫുമാരെയൊക്കെ ഭയങ്കര നമ്മുടെ ഷെഫുമാരെല്ലാം ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഷെഫുമാരല്ല, ഈ ഹോട്ടൽ ഇൻഡസ്ട്രിയിലുള്ള എല്ലാവർക്കും ഈ വീഡിയോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ ഒരു ഹോട്ടൽ വരിക എന്ന് പറയും. ഇത് നമ്മുടെ കിച്ചണാണ്. കിച്ചണിലെ ഷെഫുമാരെയൊക്കെ കാണിച്ചു തരാം. കാർത്തി വരൂ. ഇതാണ് 10ാം ക്ലാസ് +2 പഠിക്കുന്ന ഇവിടുത്തെ ഹെഡ് ഷെഫാണ് കൊച്ചി RCP-ലെ. അപ്പോൾ ഇദ്ദേഹത്തിന് ഷെഫ് ആവാൻ വേണ്ടിയിട്ട് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ നമ്മളിവിടെ ഇന്റേൺഷിപ്പിന് അടുത്ത ആഴ്ച കൊണ്ടുവരും. അത് കഴിഞ്ഞ് ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചിട്ട് പുള്ളിയെ നമ്മുടെ RCP-ലെ ഷെഫാക്കി മാറ്റണം. ഓക്കെ, അപ്പൊ എന്നാണ് എക്സാം കഴിയുന്നത്? 26-ന് കഴിഞ്ഞിട്ട് എക്സാമിന് ഇപ്പൊ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, ഏറ്റവും നല്ല മാർക്ക് നേടുക. ബാക്കിയുള്ള കാര്യം നേരത്തെ പറഞ്ഞ പോലെ മലയാളികളെല്ലാം അല്ലെങ്കിൽ കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും നിഖിലിന്റെ കുടുംബത്തോടൊപ്പം ഉണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് എത്രയും പെട്ടെന്ന് നേരിട്ട് കാണുകയും ഈ പറഞ്ഞ പോലെ ഏറ്റവും നല്ലൊരു ഷെഫായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളും നമ്മുടെ ഗ്രൂപ്പും നിഖിലിനോടൊപ്പം ഉണ്ട്. അപ്പൊ സന്തോഷത്തോടുകൂടി ഇനിയുള്ള ആ ഒരു ടൈമിൽ മാക്സിമം +2-ന് നല്ല മികച്ച മാർക്കോട് കൂടി പാസ്സാവുക. അതിനുശേഷം ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇവിടുത്തെ ട്രെയിനിങ്ങും ഇന്റേൺഷിപ്പും അതിനോടൊപ്പം പഠനവും ജോലിയും, ഏറ്റവും യങ്ങസ്റ്റ് ഷെഫായിട്ട് നമുക്ക് ഒരുപാട് മത്സരങ്ങളിലൊക്കെ പോകാൻ പറ്റും, കേരളത്തെ പ്രതിനിധീകരിക്കാൻ പറ്റും. ഏറ്റവും നമ്മുടെ കേരള ക്യുസിനിൽ നമ്മുടെ നാടൻ ഭക്ഷണത്തിന് തന്നെ ഒരു എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരു ഷെഫായിട്ട് മാറാൻ പറ്റും. ഓക്കെ, യെസ് സാർ, ഞങ്ങള് ഭയങ്കര ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഞങ്ങൾ മാധ്യമം എന്നുള്ളൊരു ഇത് ഞങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ഇടയിൽ നിന്ന് പ്രവർത്തിച്ച ഒരു കുട്ടിയെ നിങ്ങളുടെ കൈകളിലേക്ക് അങ്ങ് തന്നപ്പോ ഞങ്ങൾക്ക് അത്രത്തോളം സുഖമായിട്ടിരിക്കുകയാണ്. ഇതുപോലെ നിങ്ങളുടെ കണക്കുള്ള ഒരു ചെറിയ ഷെഫാണ് ഇവിടെ ട്രെയിനിങ്ങിന് വന്നത്. ഇപ്പൊ ഇവിടുത്തെ ഇതിപ്പോ ഒരു കോമി ഫസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. നിങ്ങളുടെ എത്ര വയസ്സുണ്ട് ഇപ്പൊ? കോമി 3rd ആണ്. ട്രെയിനിങ് കഴിഞ്ഞ് കോമി 3rd ആയിട്ട് ഇവിടെ ട്രെയിനിങ് ആയിട്ട് വന്നു. കുറെ അടുത്ത് ജോലി ചെയ്ത് ഇപ്പൊ കോമി 3rd ആയിട്ട് വർക്ക് ചെയ്യുന്നത് കണ്ണൂരല്ലേ? കണ്ണൂരുകാരനാണ്. അപ്പൊ ഇതുപോലെ നമുക്ക് യൂണിഫോം ഒക്കെ ഇട്ട് നല്ലൊരു ഷെഫായിട്ട് എത്രയും പെട്ടെന്ന് മാറാം. അശ്വതി പറയൂ. സാർ, ഞാൻ പറയുമായിരുന്നു, നമ്മളൊരു മാധ്യമം എന്ന നിലയിൽ ഒരു കുട്ടി അങ്ങ് കയ്യിലേക്ക് തന്ന് ആ ഒരു സന്തോഷത്തിലാണ് ഞങ്ങൾ. അക്ഷരാർത്ഥത്തിൽ മാധ്യമമായിരിക്കുകയാണ് ഞങ്ങള്. നിഖിലെ സംസാരിക്കുന്നുണ്ടെന്ന് കേൾക്കൂ. നിഖിലെ ഇത്രയും നേരം താങ്ക്സ് മാത്രമേ പറഞ്ഞോളൂ, മനസ്സ് നിറഞ്ഞിരിക്കുകയാണെന്ന് അറിയാം. നിഖിലെ സംസാരിച്ചോളൂ. പ്രാർത്ഥന അങ്ങനെ ഒന്നിനോടും വിശ്വാസമൊന്നുമില്ല. കാര്യം ജീവിതം ഒരു സന്തോഷമോ അല്ലെങ്കിൽ എന്താ പറയാ ഒന്നിനോടും താല്പര്യമില്ല, അങ്ങനെയൊക്കെ ഒരു അവസ്ഥ. പക്ഷെ ഇതിലൂടെ ഇപ്പൊ എനിക്ക് മനസ്സിലായി ദൈവം ഒരാളെ എത്രത്തോളം ഇത്രയും പെട്ടെന്ന് ഒരാളെ ഉയർത്തിയെന്ന് പറയുന്നത് വളരെ എനിക്ക് ഭയങ്കര അത്ഭുതമാണ് സത്യം പറഞ്ഞാൽ. ആ ഒരു ഇപ്പം ദൈവവിശ്വാസം വന്നു തുടങ്ങി. എല്ലാ ദിവസവും പ്രാർത്ഥിക്കും അങ്ങനത്തെ. തീർച്ചയായിട്ടും അത് ഒരു സമയത്തില്ല. അത് കാരണം ഇത് ഒരു അവിചാരിതമായിട്ട് നിങ്ങൾ വന്ന് അതെ ദൈവനിശ്ചയമാണ്. ഒട്ടും പ്രതീക്ഷിച്ചില്ല. അറിയണം, ലോകത്തെ മലയാളികളെല്ലാം ഒറ്റയടിക്ക് നിങ്ങളെ സ്നേഹിച്ചു. കാരണം ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടി ഇത്രയും നല്ല രീതിയിൽ അതിന്റെ ഒരു ജീവിതത്തിൽ ഇത്രയും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടും അതിനെയൊക്കെ നേരിടുമെന്നുള്ള കോൺഫിഡൻസ്. ഇപ്പൊ ഇവര് നമ്മളാരും വന്ന് സഹായിച്ചില്ലെങ്കിലും നിഖിൽ വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഈ ഒരു വാർത്ത വന്നില്ലായിരുന്നെങ്കിലും നിങ്ങളുടെ ആത്മവിശ്വാസവും നിങ്ങളുടെ ആ ഒരു രീതിയിൽ നിഖിൽ മുന്നോട്ട് ചിലപ്പോൾ കുറച്ചുകൂടെ സ്ട്രഗിൾ ചെയ്യുമായിരിക്കും. പക്ഷെ എന്തെങ്കിലും നിങ്ങൾ എത്തപ്പെടുമെന്ന് എന്തെങ്കിലും ഇതല്ലെങ്കിൽ ആ ഒരു ആത്മവിശ്വാസത്തോടുകൂടി നിങ്ങൾക്ക് ഇതെല്ലാം എത്തപ്പെടും. ചിലപ്പം കാലം വൈകിയേക്കാം. പക്ഷെ ഇപ്പം ആ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൂടെ കൂടി
കൊണ്ട് നമുക്ക് എല്ലാവരുടെയും കൺമുമ്പിൽ എത്താൻ പറ്റി. അപ്പോൾ നമുക്ക് എല്ലാവരും മലയാളികളെല്ലാവരും എല്ലാ ആൾക്കാരും ഞാൻ പറഞ്ഞല്ലോ എത്രയോ ആൾക്കാർ എൻ്റെ അടുത്ത് ഡയറക്റ്റ് ഓഫർ ചെയ്തിട്ടുണ്ട്, എന്ത് വേണമെങ്കിലും നിങ്ങളുടെ പഠനത്തിന് സ്പോൺസർ ചെയ്യാനൊക്കെ താല്പര്യമുള്ളവരൊക്കെ ഒരുപാട് പേര് വിളിച്ചു, ഒരുപാട് പേര് ഇങ്ങനെ പറയും, ഒരുപാട് നല്ല മനസ്സുള്ള ആൾക്കാരൊക്കെ വിളിക്കുകയും സംസാരിക്കുകയും സ്പോൺസർഷിപ്പ് തരുകയൊക്കെ ചെയ്യുന്നു. ഒട്ടും പ്രതീക്ഷിച്ചില്ല, മനസ്സിലായില്ല. നമ്മള് എന്ത് പറയാ, ഒന്നും പറയില്ല, ഈ വാക്കുകളില്ല പറയാൻ. അപ്പോൾ തീർച്ചയായിട്ടും നല്ല 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 കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ അമ്മ പറയുന്നത് ഞാൻ കേട്ടിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവും ഇനി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു കരിയറും പ്രൊഫഷനും നല്ലൊരു ജീവിത സാഹചര്യം കൊണ്ട് അനിയനെയും അനുജനെയും അമ്മയൊക്കെ നല്ല രീതിയിൽ സംരക്ഷിച്ച് അവരെ ഏറ്റവും പ്രൗഡാക്കി മാറ്റാൻ പറ്റും. ആൻഡ് യു ക്യാൻ ബി എ റോൾ മോഡൽ ഫോർ ഓൾ ദ യങ്സ്റ്റേഴ്സ്. മനസ്സിലായില്ലേ? നമ്മുടെ കേരളത്തിലുള്ള എല്ലാ കുട്ടികൾക്കും അല്ലെങ്കിൽ വരുന്ന യങ്സ്റ്റേഴ്സിനെല്ലാം ഒരു റോൾ മോഡലായിട്ട് മാറാൻ പറ്റിയ ഒരാളാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു കരിയറും പ്രൊഫഷനും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് അധ്വാനിക്കുക, നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. ആ ഒരു വലിയൊരു ഭാവി നിഖിലിനുണ്ട്. അതിനോടൊപ്പം ഏറ്റവും വലിയ കാര്യം കേരളത്തിലെ എല്ലാ ജനങ്ങളും ഒപ്പമുള്ള ഒരാളാണെന്ന് ആ ഒരു തോന്നലും ആ ഒരു ഇതുകൂടെ മനസ്സിലുണ്ടായിട്ട് വേണം ഇനിയുള്ള ജീവിതത്തിൽ മുന്നോട്ടുള്ള യാത്രയിൽ ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് ബി ഹംബിൾ. ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം മനസ്സിന് നന്ദി വരിക. കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ ഉണ്ടാവുന്ന രീതിയിൽ മാറ്റം വരുത്താതെ ആ ഒരു ദൈവികതയോടെ കൂടെ മുന്നോട്ട് പോട്ടെ. എല്ലാവിധ ആശംസകളും. അപ്പോൾ എത്രയും വേഗം നമുക്ക് കാണാം. സാറിനെയും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ തിരുവനന്തപുരത്ത് വന്ന് വീട്ടിൽ വെച്ച് കാണാം. അത് കഴിഞ്ഞിട്ട് കൊച്ചിയിൽ കൊണ്ടുവന്ന് ഈ സ്കൂൾ വെക്കേഷൻ ടൈമിൽ ഫസ്റ്റ് ഇന്റേൺഷിപ്പ് ആണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എൻ്റെ അമ്മയുടെ തെക്ക അന്വേഷണം പറയും, അനുജന്റെ അടുത്ത്. ശരി. ഓക്കെ, അപ്പോൾ രണ്ടുപേരുടെയും കോൾ കട്ടായ സുരേഷ് സാറിനോട് ഞാൻ പറയാണ് വലിയ നന്ദി. എനിക്കും വാക്കുകളില്ല. ഇത്രയും ഇങ്ങനൊരു എന്താ പറയുക, ന്യൂസ് റൂമിൽ പല വാർത്തകളും നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയും ടച്ചിങ് ആയിട്ടുള്ളൊരു വാർത്ത എൻ്റെ മാധ്യമ ജീവിതത്തിലും ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ നന്ദി. അപ്പോൾ നമുക്ക് നിഖിലിനോട് സംസാരിച്ചെങ്കിലും താങ്കൾക്ക് എപ്പോഴാണ് ഈ ഒരു വാർത്ത കണ്ടപ്പോൾ, അവൻ്റെ ഒരു വളരെ പോസിറ്റീവായിട്ട് സംസാരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് സഹായിക്കണം എന്ന് തോന്നിയ ഒരു നിമിഷം എന്തായിരുന്നു എന്ന് പറയാമോ? ആ ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒരുപാട് പേര് അയച്ചെങ്കിലും എൻ്റെ ഗ്രൂപ്പിലുള്ള ലക്ഷ്മി ചേക്കുട്ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അവരെനിക്ക് പ്രത്യേകം അയച്ചത്. അപ്പം ഒരുപാട് പേര് അയച്ചപ്പോൾ എന്തൊക്കെയോ സാധാരണ വീഡിയോകളൊക്കെ ഷെയർ ചെയ്യുന്ന പോലെ സമയം കിട്ടുമ്പോൾ ഞാൻ യാത്രയിലായിരുന്നു, ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് വരുമായിരുന്നു ഡ്രൈവ് ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇതൊക്കെ കണ്ടത്. അങ്ങനെ അപ്പോൾ പേഴ്സണലായിട്ടുള്ള വാട്സപ്പ് മെസ്സേജ് കണ്ടപ്പോൾ തോന്നി എന്നെ എന്തോ മെൻഷൻ ചെയ്ത എന്തെങ്കിലും വീഡിയോ ഒക്കെ ആയിരിക്കും ചെല്ലിട്ട് ഞാൻ കണ്ടു. അപ്പോൾ ആദ്യം തന്നെ അവൻ്റെ കഥകൾ പറയുകയും പിന്നീട് എക്സാക്ട്ലി എൻ്റെ അടുത്ത് പറഞ്ഞു 5:45 മുതലാണ് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ അങ്ങനെ മൊത്തം കണ്ടിട്ട് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഷെഫ് ആവണമെന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി കുട്ടി ഡെഫിനറ്റ്ലി ആവും. പിന്നെ ആ ഒരു നിശ്ചയദാർഢ്യം ആ വാക്കുകളിൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ, സാധാരണ ഒരു 12ാം ക്ലാസ്സുകാരൻ പറയുന്നതിനേക്കാട്ടിലധികം. അപ്പോൾ ആ ഒരു ലൈഫ് ആ 1ാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ ആ വീട്ടിൽ നിന്ന് കണ്ട രീതിയിലൊന്നും അവൻ്റെ ആ ഒരു വിഷമോ അല്ലെങ്കിൽ അത്രയും പോസിറ്റിവിറ്റി ആയിട്ടൊക്കെ ഒരു എല്ലാവർക്കും പല പല ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വരുമ്പം ഒരു 12ാം ക്ലാസ്സുകാരൻ്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെ തോന്നുകയും അത് ഇത്രയും തന്മയത്തോടു കൂടി പറയാൻ പറ്റുകയും ചെയ്ത് കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി പുള്ളി ആവും. അപ്പോൾ തന്നെ അദ്ദേഹത്തെ എനിക്ക് എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റുമെന്നുള്ള രീതിയിലായി. അങ്ങനെയാണ് ന്യൂസ് 8-ലെ ലല്ലു ചേട്ടനെ വിളിക്കുന്നു. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഷെഫ് എന്താണ് ചെയ്യണം. ഞാൻ പറഞ്ഞു അതിന് എന്ത് വേണമെങ്കിലും ചെയ്യാം. എത്രയോ അല്ലാതുള്ള ഇതിന് ഹോട്ടൽ മാനേജ്മെന്റോ അല്ലെങ്കിൽ അല്ലാത്ത പലരെയും നമ്മൾ കൊണ്ടുവന്ന് ആ ഒരു പുതിയൊരു കരിയർ ആക്കി കൊടുത്തതാണ്. അപ്പോൾ അദ്ദേഹത്തിന് നല്ലൊരു രീതിയിൽ ഒരു എഡ്യൂക്കേഷൻ കൊടുത്ത് വെൽ ട്രെയിൻഡ് ആയിട്ട് ഇപ്പം വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ജോലി കൊടുക്കാം. എനിക്കതിനല്ല താല്പര്യം. അദ്ദേഹത്തിന് ഏറ്റവും ബേസ് ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിപ്പിച്ച് അതിനോട് ഇന്റേൺഷിപ്പും അതിനോടൊപ്പം ഒരു പാർട്ട് ടൈം ജോലിയും, സോ ഹി ക്യാൻ ഏൺ ആൻഡ് ഹി ക്യാൻ സ്റ്റഡി. അങ്ങനെ പഠിച്ചിട്ട് ഒരു ബെറ്റർ നമുക്കൊരു ഹയർ എഡ്യൂക്കേഷൻ വേണമെങ്കിൽ ഒരു ഒത്തിരിയോ ഓപ്ഷൻസ് വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. അതൊക്കെ പഠിച്ച് അവൻ്റെ അഭിരുചിക്ക് അനുസരിച്ചിട്ട് അവനിപ്പോൾ ഒരു ഷെഫ് ആവണമെന്നൊക്കെ ഒരു കുട്ടിക്ക് തോന്നുമ്പോൾ എന്താണ് പല വ്യത്യാസങ്ങളുണ്ട്. കോണ്ടിനെന്റൽ, യൂറോപ്യൻ, ചിലപ്പം നോർത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ ബേക്കറി, പേസ്ട്രി അല്ലെങ്കിൽ നമ്മുടെ നാടൻ കേരള ഭക്ഷണമാണോന്നൊക്കെ 1-2 തവണ അവൻ ആ കിച്ചണിൽ ജോലി ചെയ്യുമ്പോൾ അവിടുത്തെ ഷെഫുമാരൊക്കെ ആയിട്ട് ഇടപഴകുമ്പോൾ അവന് തന്നെ മനസ്സിലാവും എനിക്ക് ഏറ്റവും കൂടുതൽ സ്കിൽ എന്തിനാണ്. അപ്പോൾ അവൻ്റെ സ്കിൽ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ട്രെയിൻ ചെയ്തിട്ട് അവനെ ഒരു മികച്ച ഷെഫായിട്ട് നമുക്ക് കേരളത്തിലെ ഒരാളെ അങ്ങനെ കേരളത്തിൽ നിന്നുള്ള ഒരു മികച്ച ഒരു ഷെഫായിട്ട് ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രശസ്തനായ ഒരാളെ ആക്കണമെന്നാണ് ഇപ്പം എൻ്റെ ആഗ്രഹം. അപ്പോൾ അതിനുവേണ്ട എല്ലാ എഫർട്ടും ഞാൻ ചെയ്യും. അതെനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഈ ഒരു നിഖിലിന്റെ നെക്സ്റ്റ് കരിയർ നമ്മളിലൂടെ കൊണ്ടുപോകണമെന്നുള്ളൊരു ആഗ്രഹവും കൂടെ ഉണ്ട്. അപ്പോൾ നിഖിലിനെ നേരിട്ട് കാണുമല്ലേ ഷെഫ് ഉടനെ തന്നെ? തീർച്ചയായിട്ടും. ഞാനിപ്പോൾ ഈ കൊച്ചിയിൽ 1-2 പ്രോഗ്രാമായിട്ട് ബിസിയാണ്. എത്രയും പെട്ടെന്ന് ട്രിവാൻഡ്രത്ത് പോയിട്ട്
നിഖിലിനെ വിളിച്ച് അവനെ കണ്ടിട്ട് ഈ ഒരു എക്സാം ഇപ്പോൾ എനിക്കറിയാം ഇവരെല്ലാവരും ഫൈനൽ എക്സാമിന്റെ തിരക്കിലായിരിക്കും. ഇപ്പം നന്നായിട്ട് പഠിക്കട്ടെ. കാരണം ഇപ്പം ആളുകളെല്ലാം വിളിച്ച് ഞാൻ അതാണ് നിഖിലിനോട് ഉപദേശിച്ചത്. ഈ ഒരു നെക്സ്റ്റ് 2-3 വീക്സ് ഇപ്പോൾ ഒരുപാട് പേരെ വിളിക്കുകയും ആ ഒരു ഫെയിം വരികയും പഠനം വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ. അപ്പോൾ ഒരു അല്ലാതെ തന്നെ ഷെഫ് ആവാം, പക്ഷെ ഒരു ബേസിക് നോളജും അതിന്റെ ഒരു അടിത്തറയുള്ള ഒരാൾക്ക് ചിലപ്പോൾ എത്രയോ വലിയ ബ്രാൻഡഡ് ഹോട്ടലിലെയോ അല്ലെങ്കിൽ വലിയൊരു ക്രൂയിസ് ലൈൻ്റെയൊക്കെ എക്സിക്യൂട്ടീവ് ഷെഫൊക്കെ ആയിട്ട് മാറാൻ പറ്റണമെങ്കിൽ ഈ പഠനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് വേണമെങ്കിൽ ഇപ്പം നമുക്കൊരു ജോലി കൊടുക്കുന്നതിലുപരി എനിക്ക് അവനെ കാണേണ്ടത് വലിയൊരു ഇന്റർനാഷണൽ ബ്രാൻഡിന്റെ ഒരു 4-5 വർഷത്തെ പഠനവും ഒരു 5-6 വർഷത്തെ എക്സ്പീരിയൻസും അതിന്റെ ലാംഗ്വേജ് സ്കിൽസും അതൊക്കെ വെച്ചിട്ട് ഒരു ലോകത്തെ തന്നെ ഒരു മികച്ച ഷെഫാക്കാൻ നമുക്ക് പറ്റും. നമുക്കറിയാം അവന്റെ കരിയർ ഇതാണ്. അപ്പോൾ ആ രീതിയിൽ പഠനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പഠിച്ച് എക്സാം കഴിഞ്ഞതിന് ശേഷം തീർച്ചയായിട്ടും കൊച്ചിയിലെ ഈ ലയമറിഡിയനിൽ കൊണ്ടുവന്ന് ഹോട്ടൽ എന്താണെന്ന് കാണിക്കുകയും വേണമെങ്കിൽ ഒരു ഹോൾ ഫാമിലിയെ കൊണ്ടുവന്നിട്ട് ഇവിടെ 2 ദിവസം താമസിപ്പിച്ച് ഇവിടുത്തെ ഭക്ഷണമൊക്കെ കഴിപ്പിച്ച് ഒരു ദിവസം ഒരു കിച്ചൺ ടൂറൊക്കെ കഴിഞ്ഞിട്ട് ലെറ്റ് ഹിം ഗോ എന്നപ്പോൾ അവന് കൂടുതൽ നോളജ് ഉണ്ടാവും ഇതെന്താണെന്നുള്ള. അപ്പോൾ ഇതിന്റെ സാധ്യതകളും ഇതിന്റെ പ്രശ്നങ്ങളും ഇതിനകത്ത് ഫേസ് ചെയ്യാൻ പോകുന്ന ചലഞ്ചുകളൊക്കെ മെല്ലെ മെല്ലെ മനസ്സിലാക്കുകയും ഇതൊക്കെ അവന് ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. അപ്പൊ എന്റെ ഒരു ആഗ്രഹം ഇദ്ദേഹത്തെ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിലെ തന്നെ ഒരു മികച്ച ഷെഫ് ആക്കാൻ നമുക്ക് പറ്റും. കാരണം യങ് ഏജിൽ നമുക്ക് കിട്ടുമ്പോൾ അവന്റെ ആ വിഷനുണ്ട്, പാഷനുണ്ട്, അവൻ അതിനകത്ത് അതിയായ ആഗ്രഹമുണ്ട്. അപ്പൊ അവർക്ക് അതിന്റെ പ്രോപ്പർ ട്രെയിനിങ്ങും മെന്റർഷിപ്പും ഗൈഡൻസും എന്നെപ്പോലെ ഒരാൾക്ക് ചെയ്യാൻ പറ്റിയാൽ അല്ലെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയാൽ അതിനോടൊപ്പം മലയാളികളെല്ലാം ഭയങ്കര നമുക്ക് ആ കമന്റ്സിൽ നിന്നൊക്കെ മനസ്സിലാവും എന്തുമാത്രം സപ്പോർട്ടാണ്, എന്തുമാത്രം ഒരു പോസിറ്റീവായിട്ടുള്ള. സാധാരണ നമുക്കറിയാം ഈ വൈറലാവുന്ന വാർത്തകളൊക്കെ ഒന്നുകിൽ ഭയങ്കര നെഗറ്റീവോ അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമൊക്കെ വളരെ അപൂർവമായിട്ടാണ് വരിക. അപ്പൊ ഇത്രമാത്രം അവന്റെ കഥകൾ മലയാളികളെല്ലാം ഏറ്റെടുത്തു. നമ്മളെപ്പോലുള്ള എല്ലാവർക്കും ആ ഒരു ഫാമിലി നമ്മളുടെ ഒരു പാട്ടാണ്. ഒരു കൊച്ചുകുട്ടി ഒരു സ്വന്തം കുടുംബത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ചലഞ്ചസ് എല്ലാം അവന്റെ ആ പോസിറ്റിവിറ്റിയിലുണ്ട്, അവന്റെ ചിരിയിലുണ്ട്, അവന്റെ വർത്തമാനത്തിലുണ്ട്. അപ്പൊ അത് കാരണം ഐ തിങ്ക് ഈസ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ. അവനൊരു റോൾ മോഡലായിട്ട് പുതിയ തലമുറയിൽ നമ്മുടെ ഈ സ്ട്രെസ് എടുക്കുന്ന അല്ലെങ്കിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും വിഷമിക്കുന്ന ഒരുപാട് യങ്സ്റ്റേഴ്സ് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഒരു മാതൃകയായിട്ട് നല്ല രീതിയിൽ വരട്ടെ. അപ്പൊ ആ ഒരു കേരളത്തിന്റെ ഒരു മുഖമായി മാറട്ടെ. ഒരു നമ്മുടെ പാചകത്തിന്റെയും നമ്മുടെ ഭക്ഷണത്തിന്റെയും ഒരു ഷെഫ് എന്ന നിലയിൽ അടുത്ത തലമുറയിലെ ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു ലൈഫ് ജേണി നിഖിലിനുണ്ടാവും എന്ന് എനിക്ക് ഉറപ്പാണ്. വലിയ സന്തോഷം. എനിക്ക് താങ്കളോട് ഒരു കാര്യം കൂടി പറയാനുള്ളത്, അതുകൂടാണ്ട് ന്യൂസ് 18 വലിയൊരു പറഞ്ഞോളൂ. പറയൂ. അല്ല, എനിക്ക് അത് ഏറ്റവും അധികം നന്ദി പറയാനുള്ളത് ന്യൂസ് 18 ഇങ്ങനൊരു, കാരണം ഞാൻ അതിന് തൊട്ട് മുമ്പ് പറഞ്ഞു ഒരു സ്കൂളിന്റെ പ്രോഗ്രാമിന് വേറൊരു സംഭവത്തിന്റെ ഇടയിൽ ഒരു പാട്ട് പാടിയതിന്റെ ഇടയിൽ ഒരുപക്ഷെ അവനത് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ആരും ഇത് അറിയില്ല. അപ്പൊ അതിന് ന്യൂസ് 18 വലിയൊരു താങ്ക് യു, വലിയൊരു ഹാറ്റ്സ് ഓഫ്. കാരണം ഇത്രയും നല്ലൊരു വാർത്ത നമുക്കിത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ ഒരു കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നമ്മളൊക്കെ കേൾക്കുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാവർക്കും ഭയങ്കര സ്ട്രെസ്സും ഒരു ഹാപ്പി ആയിട്ടുള്ള നമ്മളെ ആനന്ദിപ്പിക്കുന്ന വാർത്തകളൊക്കെ വളരെ കുറവാണ്. ഇത് നമ്മളെ മനസ്സ് നിറയിപ്പിക്കുന്നു, കണ്ണ് നനയിപ്പിക്കുന്നു, വീണ്ടും ഒരു സന്തോഷം ഉണ്ടാകുന്നു. ഇങ്ങനെയൊക്കെയുള്ള കുട്ടികളും ഉണ്ട് നമ്മുടെ ഇടയിൽ എന്നുള്ളൊരു തോട്ട് വരുന്ന ആ ഒരു ആർട്ടിക്കിൾ, അതും ഒരു ന്യൂസ് ലോകത്തിന് മുന്നേ കൊണ്ടുവന്ന ന്യൂസ് 18 വലിയൊരു താങ്ക് യു ഇതിനോടൊപ്പം തന്നെ ഞാനും പറയുകയാണ്. താങ്ക് യു സർ. ഞാൻ പറയാൻ വന്നത് താങ്കളോട് പറയാനുള്ളത്, എനിക്ക് താങ്കളിൽ നിന്ന് ഇപ്പോൾ സംസാരിച്ചപ്പോൾ ഏറ്റവും ഇഷ്ടം തോന്നിയത് വെറുതെ ഒരു ജോലി കൊടുക്കുകയായിരുന്നില്ല. കാരണം അവനെ മെൻറ്ററോ അല്ലെങ്കിൽ അവനൊരു മെൻറ്റർ ഇല്ലായിരുന്നു, ഒരു ഗൈഡ് ഇല്ലായിരുന്നു. എന്ത് ചെയ്യണം, മുന്നോട്ട് പോകണം, അവൻ്റെ മുമ്പിൽ മൊത്തം ഇരുട്ടായിരുന്നു. പക്ഷെ അവനിങ്ങനെ പോസിറ്റീവായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടേയിരുന്നു ആ ഇരുട്ടത്തും. അപ്പോൾ ഒരു വെളിച്ചം പോലെയാണ് താങ്കൾ വന്നിരിക്കുന്നത്. താങ്കൾ ഇങ്ങനെ പറയുകയാണ് പഠിക്കണം ഒപ്പം ജോലി എന്ന് പറയുമ്പോൾ അതിന് അത്രയും വലിയ അർത്ഥമുണ്ട്. താങ്കൾ ചെയ്ത വലിയൊരു കാര്യമാണ്. വളരെയധികം നന്ദി. ന്യൂസ് 18 പേരിൽ വലിയ നന്ദി പറയുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. അപ്പോൾ നമുക്ക് നിഖിലിലേക്കും കൂടി ഒന്ന് പോകാം. സിമി അവിടെ ഉണ്ട്. സിമി, അപ്പോൾ നമ്മുടെ ആ വാർത്ത ഫലം കണ്ടിരിക്കുന്നു. മുഴുവനായി അവൻ്റെ പഠിത്തം ഏറ്റെടുത്തിരിക്കുകയാണ് ഷെഫ് പിള്ള. ഒപ്പം ജോലി ചെയ്തുകൊണ്ട് പഠിക്കാം, എല്ലാ സൗകര്യങ്ങളും ഓഫർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്താണ് നിഖിലിന് പറയാനുള്ളതെന്ന് ചോദിക്കൂ. അശ്വതി, നിഖിലും വളരെ സന്തോഷത്തിലാണെന്ന് തോന്നുന്നു. അപ്രതീക്ഷിതമായിട്ട് നമ്മൾ കൊടുത്ത ഈ സർപ്രൈസ് നിഖിലിനും സന്തോഷം ഉണ്ടാക്കിയെന്നാണ് തോന്നുന്നത്. നമുക്ക് നിഖിലിനോട് തന്നെ ചോദിക്കാം, എന്ത് തോന്നുന്നു നിഖിൽ? ഇന്നലെ ഇന്റർവ്യൂ എടുക്കാൻ വന്ന സമയത്തൊന്നും ഞാൻ ആക്ച്വലി ഇതൊന്നും അറിയുന്നില്ല. അപ്പം പ്രതീക്ഷിക്കാതെ ഇപ്പം രാവിലെ വന്നു. ഇപ്പം സാറാണ് ഇപ്പം രാവിലെ പെട്ടെന്ന് വന്നപ്പോൾ പറയുന്നത് നിങ്ങളിങ്ങനെ വരുന്നു, ഷെഫ് പിള്ള സാർ എന്നെ വിളിക്കുന്നു. അപ്പം ഇതൊക്കെ കേൾക്കുമ്പം ഇപ്പം എനിക്ക് ഷെഫ് പിള്ള സാർ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ നേരിട്ട് ഒരാളെ കാണാൻ പറ്റുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞാൻ എനിക്ക് വാക്കുകളില്ല. കാരണം വാക്കുകൾക്ക് അപ്പുറമാണ്. എൻ്റെ ഇമോഷൻസിൽ തന്നെ എല്ലാം ഉണ്ട്. ഞാൻ ഈ പറയുന്നത് എൻ്റെ ഇമോഷൻസിൽ തന്നെ ഞാൻ അത്ര ഹാപ്പിയാണ്. അപ്പം
എല്ലാം ഇപ്പം എല്ലാവർക്കും ഒരു സമയമുണ്ട്. അതുപോലെ തന്നെ ഇപ്പം എനിക്ക് എൻ്റെ സമയം വന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്, സംസാരിക്കുന്നത്. ഒരുപാട് സന്തോഷം. വേറെ എനിക്ക് എൻ്റെ വീട്ടുകാരെ എനിക്ക് നോക്കണം. അവരെ എനിക്ക് ഇപ്പം ഫിനാൻഷ്യലി എനിക്ക് സ്റ്റേബിൾ ആവണമെന്നുള്ളത് എൻ്റെ ഒരു ഇപ്പം എന്ത് ജോലി ആയാലും ആയിക്കോട്ടെ, ഫിനാൻഷ്യലി നമുക്ക് സ്റ്റേബിൾ ആവണമല്ലോ. ഇപ്പോൾ ഒരു വീട് അല്ലെങ്കിൽ ഇപ്പം അവരെ ഒന്ന് സേഫ് ആക്കുക. എനിക്ക് മെയിൻലി എനിക്ക് അനിയൻ്റെ കാര്യം നോക്കാനുള്ള, അപ്പം അവൻ്റെ കാര്യവും അമ്മയുടെ കാര്യം, അമ്മയ്ക്കും അസുഖവും കാര്യങ്ങളൊക്കെ. അപ്പം എനിക്ക് അവരെ ഒന്ന് എങ്ങനെയെങ്കിലും സേഫ് ആക്കുക, എൻ്റെ കാര്യവും സേഫ് ആക്കുക. അപ്പം എൻ്റെ കാര്യം മാത്രം എനിക്ക് നോക്കാൻ പറ്റില്ല. നമ്മൾ 3 പേരും ഒരു സ്വന്തം വീടൊക്കെ ആയി ഫിനാൻഷ്യലി സ്റ്റേബിളായി നമുക്കൊരു വരുമാനം ആവുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ അതുപോലെ നടന്നു പോകും. ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനും ഒരുപാടധികം മാറും. അപ്പം എന്തായാലും തീർച്ചയായിട്ടും കുക്കിംഗ് എന്ന് പറയുന്നത് എനിക്കിഷ്ടമാണ്. തീർച്ചയായിട്ടും ഇനിയിപ്പം സാറ് പറഞ്ഞ പോലെ തന്നെ സാറ് പറയുന്ന പോലെ ചെയ്യാനും ഞാൻ റെഡിയാണ്. എവിടെ വരാനും തയ്യാറാണ്. എല്ലാത്തിനും ഞാൻ കൂടെ ഉണ്ടാവും. അശ്വതി, അതാണ് നിഖിൽ പറയുന്നത്. നിഖിലിന് ഇപ്പോൾ ജോലിയും പഠനവും എല്ലാം ഉറപ്പാക്കുമ്പോഴും നിഖിൽ പറയുന്നത് എനിക്ക് എൻ്റെ അനിയനെയും അമ്മയെയും ഒപ്പം നോക്കണം, അതും കൂടെ ഉറപ്പാക്കണം എന്നുള്ളത്. നമുക്ക് തീർച്ചയായും മനസ്സിലാകും. ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് നിഖിലിനെയും നിഖിലിൻ്റെ കുടുംബത്തെയും സഹായിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ നിഖിലിൻ്റെ അനിയൻ്റെയും അമ്മയുടെയും ഭാവി ജീവിതവും സെക്യൂർ ആക്കാൻ ഇടയാക്കുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് ഷെഫ് പിള്ള മുന്നോട്ട് വെച്ച ഈ ഒരു ഓഫർ സ്വീകരിക്കുന്നതിന് ഒരിക്കലും നിഖിലിന് അത് തടസ്സമാകില്ല. ഒപ്പം അനിയനെയും അമ്മയെയും സഹായിക്കാനുള്ള അവസരവും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഏതായാലും വളരെ മനസ്സ് നിറഞ്ഞു തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഈ നിഖിലിനൊപ്പം ഞാൻ നിൽക്കുന്നത്. അശ്വതി, അതാണ് എന്തായാലും ഷെഫ് സുരേഷ് പിള്ള കൂടെ നമുക്കിപ്പോൾ ഉണ്ട്. അദ്ദേഹം പോയിട്ടില്ല. വലിയ സന്തോഷം. ഞങ്ങൾക്കൊപ്പം ഇത്രയും സമയം ചെലവഴിക്കുന്നതിൽ ഇത്രയും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. എന്തെങ്കിലും മോനോട് സംസാരിക്കും, വീഡിയോ കോൾ കാണും, അത്രേ വിചാരിച്ചുള്ളൂ. പക്ഷേ ഇത്രയും സമയം ഞങ്ങൾക്ക് തരുന്നതിൽ വലിയ സന്തോഷമുണ്ട്. അവൻ്റെ ആ പോസിറ്റിവിറ്റി തന്നെയാണ്. സാർ നേരത്തെ പറഞ്ഞാൽ നമ്മൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്, വലിയ ദുരിതങ്ങളിൽ ജീവിക്കുന്ന കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പോലും അവൻ ഓവർ എക്സൈറ്റഡ് അല്ല എന്നുള്ളതാണ്. അവൻ്റെ വാക്കുകളിൽ നിന്ന് എനിക്ക് ആ സ്പാർക്ക് കിട്ടിയതും അവിടെയാണ്. ചിരിക്കും, ആ ചിരി ഭയങ്കര പോസിറ്റീവാണ് അവൻ്റെ. പക്ഷെ അവൻ ഓവർ എക്സൈറ്റഡ് ഒന്നുമല്ല. ഇപ്പോൾ ഇത്രയും പറഞ്ഞപ്പോഴും ആ വാക്കുകൾ പരിമിതപ്പെടുത്തിക്കൊണ്ട് വളരെ പക്വതയോടെയാണ് സംസാരിക്കുന്നത്. അതാണ് നമ്മളെ ഞെട്ടിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ കമൻസിൽ എനിക്ക് ഏറ്റവും ഇതായിട്ട് തോന്നി, സ്ട്രൈക്ക് ചെയ്തത്, ഒരാൾ പറഞ്ഞു ഞാനൊരു ഇതിനേക്കാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരാളായിരുന്നു, പക്ഷെ അതെല്ലാം എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ മാറി എന്നുള്ളത്. ആ ഒരു പോസിറ്റിവിറ്റി എങ്ങനെയാണ് കാണുന്നത് ഷെഫ്? തീർച്ചയായിട്ടും നമ്മളെല്ലാവരും പറയുന്നതും കമൻസിനകത്തൂടെയൊക്കെ കണ്ടതും എല്ലാം മനസ്സിലാക്കിയത് ആ പക്വതയാർന്ന, എനിക്ക് തോന്നുന്ന ആ ഒരു ഏതോ ഒരു ഏജിൽ, ഏതോ ഒരു പ്രായത്തിൽ, ചിലപ്പോൾ 1-ാം ക്ലാസ്സിലോ 2-ാം ക്ലാസ്സിലോ ഇനി ഏജിൽ അദ്ദേഹം റിയലൈസ് ചെയ്ത്, അല്ലെങ്കിൽ നിഖില് ഈ സ്വന്തം ജീവിത സാഹചര്യത്തിൽ എൻ്റെ അനിയൻ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ മെഡിക്കൽ സയൻസിനൊക്കെ അതിനകത്ത് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, അപ്പോൾ അവനെ ഇനി സംരക്ഷിക്കണം, അമ്മയ്ക്ക് ഇതേപോലെ അസുഖങ്ങളുള്ള ഒരു ലേഡിയാണ്, അപ്പം അതെപ്പോഴോ ഏതോ ഒരു ഏജിൽ തിരിച്ചറിയുക എന്നുള്ളത്, തിരിച്ചറിഞ്ഞതിൻ്റെ പക്വതയാണിത്. അല്ലാതെ ഇത് ചിലപ്പോൾ അതിനകത്തൊരു നമുക്കറിയാം ഇൻബിൽട്ട് ആയിട്ടോ അല്ലെ ടെമ്പറമെന്റ് ആയിട്ടൊക്കെ കുട്ടികളിലൊക്കെ വളരെ രീതിയിൽ നല്ല രീതിയിൽ സംസാരിക്കുന്നവരുണ്ട്, ഭയങ്കര കലാപ്രകടനം അല്ലെങ്കിൽ ചിത്രം വരയ്ക്കുന്നതൊക്കെ യങ് ഏജിൽ പാട്ട് പാടുന്നതൊക്കെ ഓരോ ടാലന്റ് ഉണ്ട്. അതുപോലെ ഒരു ടാലന്റ് ഇൻബിൽട്ട് ആയിട്ടുള്ളതിനൊപ്പം ഏതോ ഒരു പ്രായത്തിൽ സ്വയം തിരിച്ചറിയുന്ന ഒരു നിമിഷം ഉണ്ടാവുമല്ലോ, നമ്മളുടെ ഉത്തരവാദിത്തം മനസ്സിലാക്കുമ്പോൾ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ അവനറിയാം അവൻ്റെ ഒരു ഏജ് ഗ്രൂപ്പിൽ ഒരു 12-ാം ക്ലാസ് ഒരു +2 പഠിക്കുന്ന ഒരു കേരളത്തിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു കുട്ടികളുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്, എവിടെയൊക്കെ പോകണം, ഏതുതരം വസ്ത്രങ്ങൾ ധരിക്കണം, അല്ലെ എന്തൊക്കെ തരം അവരുടെ ലൈഫ് സ്റ്റൈൽ എന്താണെന്നൊക്കെ അറിയുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ അതിനൊക്കെ സംയമനം പാലിക്കുകയും സ്വന്തം ഉത്തരവാദിത്തം എന്താണെന്ന് ഒരു ചെറിയ പ്രായത്തിൽ തിരിച്ചറിഞ്ഞതിൻ്റെ പക്വതയാണ്. അത് വളരെ റെയറായിട്ട് സംഭവിക്കുന്നതാണ്. ഈ ഒരു പ്രായത്തിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഒരു +2 പഠിക്കുമ്പോഴൊന്നും ഇത്ര ഉത്തരവാദിത്തമൊന്നും വേണ്ട, അവൻ അവൻ്റെതായ രീതിയിൽ കൂട്ടുകാരുടെ കൂടെ അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈൽ എന്താണ് അതനുസരിച്ചിട്ടൊക്കെ പോയിട്ട് പിന്നെ എപ്പോഴും ഒരു 20-ഓ 25-ഓ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു ഏൺ ചെയ്യുന്ന സമയത്ത് ഉത്തരവാദിത്തമൊക്കെ സാധാരണ വരിക. അപ്പോൾ ഒരു ഏതോ ചെറിയ 4-ലോ 5-ലോ അല്ലെങ്കിൽ 1-ാം ക്ലാസ്സിലോ നമുക്കറിയില്ല ഏത് പ്രായത്താണ് അതിൻ്റെ സ്വന്തം ഉത്തരവാദിത്വവും അല്ലെങ്കിൽ ആ ഒരു അനിയനെ എൻ്റെ ലൈഫ് സ്റ്റൈൽ എൻ്റെ ജീവിതം മുഴുവൻ കൊണ്ട് നടക്കണം, അവനെ ഇനി ഈ ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് അവനെ ഏറ്റവും ബെറ്ററായിട്ട് എങ്ങനെ മാറ്റാൻ പറ്റും എന്നുള്ള രീതിയിലൊക്കെയുള്ള ആ ഒരു തോട്ട് വരുമ്പം സ്വയം വരുന്നൊരു സംഭവമാണ്. അപ്പോൾ ആ ഒരു പോസിറ്റിവിറ്റിയും ആ നിർവികാരതയല്ല, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഓവർ എക്സൈറ്റ്മെന്റ് ആവേണ്ട, കാരണം ഇതില്ലെങ്കിലും അവനറിയാം എങ്ങനെയായാലും എനിക്ക് ജീവിച്ചേ പറ്റൂ, എങ്ങനെയായാലും എൻ്റെ കുടുംബത്തെ സംരക്ഷിച്ചേ പറ്റൂ എന്നുള്ള ആ ഒരു ഉറപ്പിനാണ് ഓവർ എക്സൈറ്റ് ആവുകയോ അമിതമായ സന്തോഷമോ അമിതമായ ദുഃഖമോ വരാത്തത്. അല്ലെങ്കിൽ പെട്ടെന്ന് ഇത്രയും ആൾക്കാർ ഭയങ്കര ഇത് ചെയ്യാം അത് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തന്നെ വേറൊരു ലോകത്തെത്തും. ഇന്ന് മുതൽ ചിലപ്പോൾ ഞാൻ വേറെ ലൈഫായി, നമ്മുടെ ലൈഫായി. പക്ഷെ അതിനകത്തൊന്നും ഓവർ എക്സൈറ്റ് കാണിക്കാത്തയോ അല്ലെങ്കിൽ അമിത ദുഃഖം കാണിക്കാത്തത്
ഈ ഒരു കോൺഫിഡൻസ് ആണ്. ഇതൊന്നും ഇല്ലെങ്കിൽ പോലും പുള്ളി മാനസികമായിട്ട് തയ്യാറെടുത്തിട്ടുണ്ട് ഞാൻ ഇവരെ മുന്നോട്ട് കൊണ്ട്. ആ ഒരു ആത്മവിശ്വാസം മതി എല്ലാ പ്രശ്നങ്ങളെയും എല്ലാ പ്രതിബന്ധങ്ങളെയും എല്ലാവർക്കും മറികടക്കാൻ. ഇതൊരു എക്സാമ്പിളാണ്, ക്ലാസിക് എക്സാമ്പിളായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന കേരളത്തിലുള്ള യങ്സ്റ്റേഴ്സ് ആയാലും അല്ലെങ്കിൽ മുതിർന്നവരായാലും പല ജീവിത സാഹചര്യങ്ങളിലും പല പ്രശ്നങ്ങളിലൂടെ നമ്മളൊക്കെ കടന്നു പോകുമ്പോൾ ഇതൊരു വലിയൊരു നമ്മുടെ മുമ്പിൽ ഏറ്റവും വലിയൊരു മാതൃകയല്ലേ ഈ കുട്ടിയുടെ ഈ ഒരു ഇപ്പോഴത്തെ ഒരു അവസ്ഥയും അല്ലെങ്കിൽ അതിനകത്ത് എടുക്കുന്ന അവന്റെ തീരുമാനങ്ങളും. നമുക്കൊരു പ്രതിബന്ധം വരുമ്പോൾ തന്നെ നമ്മൾ തകർന്നു പോവുകയും അല്ലെങ്കിൽ ഇത് എൻഡ് ഓഫ് ദ കഴിഞ്ഞു എന്ന് തീരുമാനിച്ച് മാനസികമായിട്ട് ഡൗൺ ആവുന്ന എത്രയോ ആൾക്കാരാണ് നമ്മുടെ ചുറ്റുപാടുണ്ട്. കുട്ടികളല്ല, വലിയൊരു ഫാമിലിയിലുള്ളവരോ അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ വരുമ്പോൾ ഇത് അവൻ നേരത്തെ പറഞ്ഞ പോലെ ഓവർ എക്സൈറ്റഡ് ആവാത്തതും ദുഃഖത്തിലാവാത്തതും അവനറിയും ഇതൊന്നും ഇല്ലെങ്കിൽ പോലും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അത് പറ്റും. അത് ഞാൻ പറഞ്ഞു, ഞാനിപ്പോ ഞാനോ അല്ലെങ്കിൽ വേറെ ആരോ ഒരു ഓഫർ കൊടുത്തില്ലെങ്കിൽ പോലും ഇദ്ദേഹത്തിന്റെ വഴിയിലെത്തും. ചിലപ്പം പെട്ടെന്നായിരിക്കില്ല, കുറെ കൂടെ സമയം എടുത്താലും അദ്ദേഹത്തിന് അറിയാം ആ ഒരു നിശ്ചയദാർഢ്യം വാക്കുകളിലുണ്ട്, മനസ്സിലുണ്ട്, കണ്ണുകളിലൂടെയും നമുക്ക് കാണാൻ പറ്റും. അതെ നിഖിലെ, ഞാൻ ഇന്നലെ വീട്ടിൽ വന്ന് ഞാനും സിമിയും വീട്ടിലെത്തിയപ്പോൾ നിഖിൽ പറഞ്ഞു ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് ചേച്ചി, കമന്റ്സ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട്, പക്ഷെ ഇപ്പോഴും അങ്ങോട്ട് ഒരു ഉറപ്പിക്കാൻ പറ്റിയിട്ടില്ല എവിടെയാണ് എങ്ങോട്ട് പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞു സൂക്ഷിച്ചൊക്കെ വേണം ഈ കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാൻ. നമ്മൾ ഒരുപാട് പേരെ നമ്മൾ വിളിക്കുമ്പോൾ നമുക്ക് അറിയില്ലല്ലോ ഇത് ആരാണ് എന്താണെന്നൊക്കെ. നിഖിൽ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? നിഖിലിന് കേൾക്കാമോ? അപ്പൊ ഇപ്പോ ഷെഫ് പിള്ള എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഷെഫാണ് അല്ലെ, കേരളത്തിന്റെ നമ്മുടെ സ്വന്തം സ്വത്താണ്. അപ്പൊ ഷെഫ് പിള്ള ഇങ്ങനെ നേരിട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയുന്ന ഒരാളാണ്. അത്രയും സേഫ്റ്റി ഫീൽ ചെയ്യുന്നുണ്ടോ നിഖിലിന്? പറ്റി കേട്ടിട്ടുണ്ട്. വന്ന് ഒരു മുൻകൈ എടുത്ത് എന്നെ സഹായിക്കാന്നൊക്കെ പറയുമ്പോഴേ ശരിക്കും പറഞ്ഞാ എന്ത് പറയാനോ, വാക്കുകളില്ല. എല്ലാത്തിനും എല്ലാം സന്തോഷം, അത്രേ ഉള്ളൂ, വേറെ ഒന്നും പറയാൻ കിട്ടുന്നില്ല. നിഖിലെ, അങ്ങോട്ടേക്ക് വരുമ്പോ സാറിന് ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞ ഒരു എന്താണ് നൂഡിൽ, ഒരു സ്പെഷ്യൽ നൂഡിലിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? പണി പാളിയോ? അത് ഉണ്ടാക്കി കൊടുക്കോ? രസമാവോ? തീർച്ചയായിട്ടും. അയ്യോ അങ്ങനെയല്ല, അയ്യോ സാറൊക്കെ അത് കഴിക്കുമോന്ന് പോലും എനിക്ക് അറിയത്തില്ല. തീർച്ചയായിട്ടും ഞാൻ ഉണ്ടാക്കി കൊടുക്കും. സാറ് കഴിക്കുമോന്ന് അറിയത്തില്ലെന്നാണ് പറയുന്നത്. സാറ് കേൾക്കുന്നുണ്ട് കേട്ടോ? തീർച്ചയായിട്ടും കഴിക്കും, ഉറപ്പായിട്ട് കഴിക്കും. അതെ, ആ ഒരു നമുക്ക് അതിനെ കുറച്ചുകൂടെ ബെറ്റർ ആക്കി എടുത്തിട്ട് നമുക്ക് തീർച്ചയായിട്ടും അത് നടക്കും. അത് എന്തായാലും വന്ന് ഞാൻ കഴിച്ചിരിക്കും. അത് കൂടാണ്ട് നേരത്തെ പറഞ്ഞ പോലെ എത്രയും പെട്ടെന്ന് കൊച്ചിയിലും വരും. സാർ, അതുപോലെ തന്നെ നമുക്ക് ഈ ഈവൻ ഷെഫ് മോനെപ്പോൾ എന്താകണം എന്നാണ് ആഗ്രഹം എന്ന് ചോദിച്ചപ്പം മോൻ പറഞ്ഞു ഷെഫ് ആവണം. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, ഞാൻ അവിടെ പോയി അടുക്കളയൊക്കെ കണ്ടു. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു മോൻ്റെ അടുക്കള എങ്ങനെയായിരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും ഈ ഒരു പ്രായത്തിലുള്ള കുട്ടി അങ്ങനെ വിചാരിക്കുന്നേ ഇല്ല. അപ്പോൾ രാവിലെയും വൈകിട്ടൊക്കെ ഇങ്ങനെ കുക്ക് ചെയ്യുന്ന കാര്യം ഞാൻ ചോദിച്ചു ഇന്ന് വൈകുന്നേരം എന്താണ് കഴിക്കാമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ എന്തെങ്കിലും വിശപ്പിന് എന്തെങ്കിലും ഉണ്ടാക്കും, അങ്ങനെയാണ് പറഞ്ഞത്. വിശക്കുമ്പോൾ എന്തെങ്കിലും കഴിച്ചാൽ പോരെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു വിശപ്പിന്റെ രുചി അതുകൂടി ഉണ്ട് ഈ കാര്യത്തിൽ. അതെ, തീർച്ചയായിട്ടും ആ ഒരു വിശപ്പിന്റെ രുചിയൊക്കെ നമ്മളെല്ലാവരും പഴയ കാലത്തിലൊക്കെ അറിഞ്ഞവരും കൂടാണ്. അപ്പൊ അത് വീണ്ടും കേൾക്കുമ്പം ആഹാരം ഇപ്പോഴത്തെ രീതിയിൽ എല്ലാവർക്കും എല്ലാം ഇഷ്ടത്തിനനുസരിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെങ്കിൽ പോലും വിശന്നിരിക്കുന്ന മനുഷ്യരും നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്. അപ്പം വിശപ്പിന്റെ രുചിയും അത് സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കണം എന്നൊക്കെ ഉള്ളൊരു ഒരവസ്ഥ, അത് നമ്മുടെ പാഷൻ കൊണ്ട് മാത്രമല്ല, നിർബന്ധമായിട്ടും അതിനെയും കൂടെ നമ്മൾ പഠിക്കുന്നതിൻ്റെ ഇടയിൽ ആഹാരം കൂടെ ഉണ്ടാക്കി കഴിക്കുക എന്ന് പറയുന്നൊരവസ്ഥ ആലോചിച്ച് നോക്കൂ ഈ ഒരു കാലഘട്ടത്തിൽ. അപ്പം അതിൻ്റെ എല്ലാം നേരത്തെ പറഞ്ഞ അതാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലെല്ലാം ആ ഒരു പക്വതയും ആത്മവിശ്വാസവും ദൃഢനിശ്ചയവും ഒക്കെ നമുക്ക് തന്നെ മനസ്സിലാവുമല്ലോ. ഒരാൾ സംസാരിക്കുന്ന കേൾക്കുമ്പം അതിനകത്തെ ആ ഒരു സംസാരത്തിൽ എങ്ങനെയാണ് അദ്ദേഹം വീക്കായിട്ടാണോ അല്ലെങ്കിൽ എന്ന് പറയുന്നത്, അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ വീണ്ടും തന്നെ നമുക്കറിയാം ഇതൊരു ബ്ലസ്ഡ് ആയിട്ടുള്ളൊരു സംഭവത്തിലൂടെ ന്യൂസ് 18 കൊണ്ടുവരികയും ഇപ്പോൾ അവൻ്റെ ഒരു ലൈഫ് കുടുംബത്തിൻ്റെ തന്നെ ഓവറോൾ ഒരു രീതിയിൽ പെട്ടെന്ന് തന്നെ മാറുകയും ചെയ്യുന്നത് നമുക്കെല്ലാം കാഴ്ചയിൽ ഇനി മുന്നോട്ട് കാണാനും പറ്റും. താങ്ക് യു സർ. നിഖിലെ എന്താ ഇനി പരിപാടി എന്താണ്? ഇത് കേട്ടു നമ്മൾ,
ഈ സ്കൂളിൻ്റെ ഒരു സപ്പോർട്ട് പറയണമല്ലോ അല്ലേ നിഖിലിൻ്റെ ഈ ഒരു നിഖിൽ ഇത് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഇത് പോസ്റ്റ് ചെയ്യാമോ, ചെറിയ കുട്ടിയല്ലേ എന്നൊക്കെ വിചാരിച്ചിരുന്നു. അപ്പോൾ പോസിറ്റീവായിട്ടല്ലേ സംസാരിച്ചത്, പോസ്റ്റ് ചെയ്തോളൂ എന്ന് നമ്മുടെ സാർ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ സാറിനെ കുറിച്ചും സ്കൂളിലെ കുട്ടികളുടെ ഒരു പ്രതികരണവും സ്കൂളിൻ്റെ സപ്പോർട്ടും എല്ലാം പറയൂ. അത് ഞാനിന്ന് ഇപ്പം ക്ലാസ് ടീച്ചർ എന്ന് പറയുന്നത് എന്നെ ഇപ്പോൾ സാറാണെങ്കിൽ പോലും സാറും ഇപ്പം എൻ്റെ കാര്യങ്ങൾ അറിഞ്ഞ അന്ന് മുതലേ എന്നെ ഭയങ്കര സപ്പോർട്ട് ചെയ്യും. സാറ് മാത്രമല്ല, എന്നെ കൊമേഴ്സ് ബാച്ചിൽ എന്നെ പഠിപ്പിക്കുന്ന എല്ലാ ടീച്ചേഴ്സും അവരെല്ലാവരും എനിക്ക് സപ്പോർട്ട് തന്നെയാണ്. പിന്നെ പിള്ളേർ, എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും ദേ ആർ വെരി ഹാപ്പി. അവർ ലൈക്ക് എന്താ പറയുക, അവർക്കൊക്കെ അവരൊട്ടും പ്രതീക്ഷിച്ചല്ലല്ലോ. അവരുടെ ഇടയിൽ കളിച്ചും ചിരിച്ചും നടന്ന് ഒരു വിലയില്ലാതിരുന്ന ഞാൻ ഇപ്പൊ പെട്ടെന്ന് ഈ ഒരു ഇതിലെത്തിയെന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് എല്ലാവർക്കും അത്ഭുതം തന്നെയാണ്. എന്നോട് ചോദിച്ചടാ നീ എങ്ങനെയാടാ ഈ ഒരു ഇതിലെത്തിയത്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഭയങ്കര ഒരു എന്താ പറയാ, എല്ലാവരും ഒരുപോലെ എന്നെ പ്രോത്സാഹിപ്പിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇന്റർവ്യൂവിൽ കഴിഞ്ഞ ഇതിൽ പറയുകയുണ്ടായി, അതായത് ആരും ഇല്ല, സഹായിക്കാനില്ല, കൂടെ നിൽക്കാൻ ആരും ഇല്ല എന്നൊക്കെ പറയുകയും അങ്ങനെ പറഞ്ഞു. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി ഇത്രയും പേര് ഇപ്പം എത്ര കുറേ ഇപ്പം എല്ലാവരും വിളിക്കുന്നു, ഒരുപാട് പേര് സഹായിക്കുന്നു, പൈസ അയക്കുന്നു, എന്ത് ചെയ്യാൻ പറ്റുന്നു അവരെ കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റുന്നു. ഞാൻ പിന്നെ എൻ്റെ ഒരു പൊതുവെയുള്ളൊരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഞാൻ ആരോടും ഒന്നും ആവശ്യപ്പെടാറില്ല. എനിക്ക് പണ്ടേ അങ്ങനെ തന്നെയാണ്. അപ്പം ഇപ്പം എൻ്റെ അമ്മയ്ക്കും അത് വ്യക്തമായിട്ട് അറിയാം. പണ്ട് മുതലേ ഞാൻ അങ്ങനെ ആരോടും ഒന്നും ചോദിക്കുകയോ അല്ലെങ്കിൽ എൻ്റെ അമ്മയോടാണെങ്കിൽ പോലും എനിക്ക് അത് വേണം ഇത് വേണം അങ്ങനെയൊന്നും ചോദിക്കാറൊന്നുമില്ല. പക്ഷേ ഒരുപാട് പേരിങ്ങനെ ചോദിക്കും, ഒരുപാട് സന്തോഷം. അപ്പം എന്താ പറയാ, എല്ലാവരുടെയും അവരുടെ കൂടെ അവരുടെ കുടുംബത്തോടൊപ്പവും ദൈവം എന്നും കൂടെ ഉണ്ടാകട്ടെ എന്ന് തന്നെ ഞാൻ ആശംസിക്കുന്നു. അത്രേ ഉള്ളൂ. ശരി ഞാൻ നിഖിലോട്ട് വരാം. സാറിന് പോകാൻ സമയമായി. നമുക്ക് ഇത്രയും നേരം സമയം തന്നു എങ്കിലും അമ്മ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും ഇപ്പം പ്രോഗ്രാം. നമുക്ക് അമ്മയെ വിളിക്കാൻ പറ്റിയില്ലെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. അമ്മ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച കമന്റ് ഷെഫ് പിള്ള എന്ന് പറഞ്ഞിട്ട് കമന്റിലുണ്ടായിരുന്നു. മോൻ ഷെഫ് ആവണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞു. അപ്പൊ അമ്മയോട് സാറിന് എന്താണ് പറയാനുള്ളത്? അതെ നമ്മുടെ സാറിന് പോകുന്നതിന് മുമ്പ് സാറിന് എന്താ പറയാനുള്ളത്? അമ്മ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതെ, ഞാൻ അമ്മയുടെ വർത്തമാനവും കേട്ടിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനൊരു മകനെ കിട്ടിയതിൽ ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു അമ്മ തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങളെല്ലാവരും പറഞ്ഞ പോലെ ഒരു അമ്മയുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും അവരെത്രമാത്രം ഗ്രാറ്റിറ്റ്യൂഡോടുകൂടിയാണ് ഈ ഒരു സംഭവം അല്ലേ, എത്രമാത്രം അവരോട് ഈ ഒരു നന്ദി പ്രകടിപ്പിക്കുന്ന എല്ലാവരോടും ചോദിച്ചപ്പോൾ നേരത്തെ പറഞ്ഞ കൈകൂപ്പുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു രീതിയിൽ അനുഗ്രഹീതനായ ഒരു മകനെ കിട്ടിയതും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കുടുംബത്തോട് ഇത്രയും ആത്മാർത്ഥതയുള്ള അല്ലെ അവൻ്റെ സഹോദരനോടുള്ള ഇത്രമാത്രം ആത്മാർത്ഥത നമ്മൾ കണ്ടതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു അമ്മയാണ്. ഇനിയുള്ള നിങ്ങളുടെ ജീവിതം നിഖിലിനാൽ വളരെ സുരക്ഷിതവും നിങ്ങൾക്ക് ഏറ്റവും ഇത്രയും നാളത്തെ സങ്കടങ്ങളൊക്കെ മാറാനുള്ളൊരു സംഭവങ്ങളാണ് ഉരുത്തിരിഞ്ഞിരിക്കുക. അപ്പോൾ അമ്മയ്ക്ക് എപ്പോഴും സന്തോഷിക്കാം, അഭിമാനിക്കാം ഇങ്ങനൊരു മകൻ ഉണ്ടായതും. അവൻ ഒരു നേരത്തെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു മാതൃകയായിട്ട് മാറട്ടെ മലയാളത്തിലെ യുവാക്കൾക്കും സ്കൂൾ കുട്ടികൾക്കും പഠനത്തോടൊപ്പം ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുകയും കുടുംബത്തെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു സാമൂഹ്യ നീതിയായിട്ട് ഇവരെ നിഖിലിനെ എല്ലാവരും കാണട്ടെ എന്ന് കൂടെ ആഗ്രഹിക്കുകയാണ്. അപ്പം അമ്മയ്ക്ക് എല്ലാവിധ ആശംസകളും. എത്രയും വേഗം ഞാൻ വരികയും നിഖിലിനെ കാണുകയും നിഖിലിൻ്റെ ലൈഫും കരിയറും പ്രൊഫഷന് വേണ്ട എല്ലാ സപ്പോർട്ടും അതിൻ്റെ ഗൈഡൻസും അവൻ്റെ പഠിക്കാനുള്ള കാര്യങ്ങളെല്ലാം അവന് പഠിക്കാനുള്ള കാര്യവും അവൻ്റെ അതിനോടൊപ്പം ഒരു ജോലിയും കൂടെ നേടി ആ ട്രെയിനിങ്ങിൽ അവർ മികച്ച ഷെഫായിട്ട് തന്നെ മാറാനുള്ള എല്ലാ സംഭവം ഉണ്ടാവും. എത്രയും വേഗം അമ്മയും കൂടെ വന്ന് കാണുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു. ഒരിക്കൽ കൂടി ന്യൂസ് 8 വലിയൊരു നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ എല്ലാം ആനന്ദിപ്പിക്കുന്ന ഇങ്ങനെ ഒരു സംഭവം ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന ഈ ഒരു സ്റ്റോറി കൊണ്ടുവന്ന ഇതിൻ്റെ ക്രൂവിനും ഇതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ച എല്ലാ ആൾക്കാർക്കും വലിയൊരു നന്ദി മലയാളികൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഞങ്ങൾ നിഖിലിനെ അങ്ങ് ഏൽപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിനും ഇത്രയും സപ്പോർട്ട് ആ കുട്ടിക്ക് കൊടുക്കുന്നത്. സുരേഷ് ഗോപി ചേട്ടൻ പറഞ്ഞ പോലെ തൃശ്ശൂരിനെ അങ്ങ് എടുത്ത പോലെ നിഖിലിനെയും നിഖിലിന്റെ കുടുംബത്തെയും ഞങ്ങൾ അങ്ങ് എടുത്തു. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. സാറിന് തിരക്കൊണ്ട് സാറ് നമ്മുടെ ലൈൻ കട്ട് ചെയ്യാണ്. താങ്ക് യു സർ. താങ്ക് യു.
നിഖിൽ തുടരുന്നുണ്ട്. നിഖിലിലേക്ക് പോവാം. നിഖിൽ ഇന്നലെ കണ്ടപ്പോൾ പറഞ്ഞു, നമ്മൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട ഒരു ഇൻസ്റ്റലേഷനുമായി ബന്ധപ്പെട്ടാണ് സെൻറ്റ് തോമസ് സ്കൂളിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നിഖിൽ സത്യത്തിൽ ആ പരിപാടിയിലില്ല, അതിൽ പങ്കെടുത്തിട്ടില്ല. പക്ഷെ സൈഡിൽ വീഡിയോ എടുക്കാൻ വേണ്ടി സാറ് വിളിച്ചതാണ് നിഖിലിനെ. അങ്ങനെയാണ് ഞാൻ നിഖിലിലേക്ക് എത്തുന്നത്. നിഖിൽ പാട്ട് പാടിയതും നിഖിലിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ പറ്റും. ഒരു നിമിത്തമായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പം നിഖിൽ ഇന്നലെ എന്നോട് പറഞ്ഞു, ചേച്ചി എൻ്റെ സ്കൂളിലെ കുട്ടികളൊക്കെ പറഞ്ഞു നീ എന്നെ ഞങ്ങളെ അങ്ങ് സൈഡാക്കിയല്ലോ എന്ന്, നിഖിൽ അങ്ങ് സ്റ്റാർ ആയല്ലോ എന്ന് പറഞ്ഞു അല്ലേ? എന്താണ് അവിടെ ഇപ്പോൾ അവിടുത്തെ അവസ്ഥ എന്താണ്? ചോദിക്കൂ കൂട്ടുകാരോടൊക്കെ. അതെ, ഇപ്പൊ അവസ്ഥ എന്ന് പറയുന്നതായിട്ട് എൻ്റെ നാട്ടിൽ പ്രിയപ്പെട്ട കൂട്ടുകാർ എൻ്റെ ഒപ്പം ഉണ്ട്. അവരെൻ്റെ ഒപ്പം നിൽക്കുകയാണ് ഇവിടെ. എന്താ പറയാ, ഒരു മിനിറ്റ്, ഞാൻ നിഖിലിലേക്ക് വരാം. അമ്മ നമുക്കൊപ്പം ചേരുന്നുണ്ട്. നിഖിലിന്റെ അമ്മ കേൾക്കാമോ? കേൾക്കാമായിരുന്നു. ഞാൻ അശ്വതിയാണേ. മനസ്സിലായി മോളെ. ഒരു സർപ്രൈസ് ഉണ്ട്, ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്, പറയാൻ വിളിച്ചതാ. എന്താ മോളെ? ഇന്നലെ ഷെഫ് പിള്ളയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ? പറഞ്ഞിരുന്നു. അദ്ദേഹം ഇപ്പോ ലൈവില് വന്നിരുന്നു. നിഖിലിനോട് സംസാരിച്ചു. നിഖിലിന്റെ തുടർന്നുള്ള പഠനവും ജോലിയും അദ്ദേഹം നോക്കിക്കൊള്ളാന്ന് പറഞ്ഞിട്ടുണ്ട്. അയ്യോ, ഈശ്വരനോട് പുള്ളിയുടെ അടുത്ത് 100 നന്ദി പറയണേ മോളെ. ഞാനായിട്ട് പറയണ്ട, വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു. നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്, നേരിട്ട് വന്ന് അമ്മയെ കാണും എന്ന് പറഞ്ഞു. അയ്യോ ഈശ്വര, നന്ദി മാത്രം, നന്ദി മാത്രം. നിഖിൽ സംസാരിച്ചു, നേരിട്ട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം തന്നെ നിഖിലിനെ ഞങ്ങൾ ഇങ്ങ് എടുക്കുവാന്നാ പറഞ്ഞത്. അയ്യോ ഈശ്വര, എന്താ പറയാനുള്ളത് അമ്മേ? എന്താ പറയാനുള്ളത്? എനിക്ക് മോളെ, എനിക്ക് വാക്കുകളില്ല. ഇതെല്ലാം ഒരു നിമിത്തം പോലെ വന്നു എന്ന്. ദൈവാനുഗ്രഹവും എന്താ പറയുന്നത്, എനിക്ക് ഒന്നും പറയാൻ വാക്കുകളില്ല. സന്തോഷമാണോ എന്നോട് സങ്കടമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല എന്താണെന്ന് പറയേണ്ടത് ഈ നിമിഷത്തില്. നന്ദി മാത്രം എന്നുള്ള വാക്ക് മാത്രമേ എനിക്ക് വരുന്നുള്ളൂ. ജഗദീശ്വരനോട് നന്ദി. മനസ്സിലായി. അപ്പു എഴുന്നേറ്റോ? അപ്പു കിടക്കുക മോളെ. അപ്പു ഉറങ്ങി, എണീറ്റില്ല. അപ്പൊ എന്തായാലും അപ്പു എഴുന്നേക്കുമ്പോ ഒന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കണം. തീർച്ചയായിട്ടും ഉറപ്പായിട്ടും കൊടുക്കാം. ഇന്നലെ ഞാൻ അവിടെ വന്നപ്പോ വീട്ടിലെ ക്ലോക്കിലെ സമയം തെറ്റിയിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ നിഖിലിനോട് പറഞ്ഞു, മോനെ വീട്ടിലെ ക്ലോക്കിന്റെ സമയം തെറ്റിയെങ്കിലും നിന്റെ സമയം തെളിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു. അത് കറക്റ്റ് ആയിരുന്നു. അതെ 2 ദിവസം ആയതേ ഉള്ളൂ ക്ലോക്കിന്റെ സമയം തെറ്റിയിട്ട്. ആണല്ലേ? അതെ. അപ്പൊ എന്തായാലും ആ സമയം മാറി വന്നു അമ്മേ. അപ്പോ ഷെഫ് പിള്ള സംസാരിച്ചു. അദ്ദേഹം നിഖിലിന്റെ പഠനം, തുടർന്നുള്ള പഠനം, പിന്നെ എല്ലാ ഗൈഡ് ലൈനും നൽകും. അദ്ദേഹത്തിന് 5 സ്റ്റാർ ഹോട്ടലിൽ അവിടെ പോയി നിന്ന് പഠിക്കാനുള്ള എല്ലാ സൗകര്യവും കൊടുക്കും. അതിനുശേഷം 4 വർഷത്തെ കോഴ്സ് പഠിച്ച് നല്ലൊരു ഷെഫായി അവനെ കാണണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. വെറുതെ ഒരു ജോലി അല്ല പറഞ്ഞത്. അതെ. അതിന്റെ മുഴുവൻ ചെലവും അദ്ദേഹം വഹിക്കും. താങ്ക് യു സോ മച്ച് മോളെ. താങ്ക് യു സോ മച്ച്. ഓക്കെ, ശരി. താങ്ക് യു അമ്മ. അപ്പം നിഖിലിന്റെ അമ്മയാണ് സംസാരിച്ചത്. വലിയ സന്തോഷം കുടുംബം അറിയിക്കുകയാണ്. എന്തായാലും ഷെഫ് സുരേഷ് പിള്ള വീട്ടിലേക്ക് പോവും. അവിടെ നേരിട്ട് സന്തോഷം അറിയിക്കും അമ്മയുടെ അടുത്ത്. അപ്പം നമുക്കിപ്പോൾ നിഖിലും കൂട്ടുകാരും ഉണ്ടായിരുന്നു. നിഖിൽ, കൂട്ടുകാരോടൊക്കെ ഒന്ന് ചോദിക്കൂ, ഒരു സന്തോഷം ഒന്ന് പങ്കുവയ്ക്കൂ അവരോടൊക്കെ. മൈക്കൊക്കെ കൊടുത്തിട്ട് അവരോട് പറയൂ ഷെഫ് പിള്ള വിളിച്ചിരുന്നു എന്നൊക്കെ. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എന്ത് തോന്നുന്നു എന്റെ ഈ ഒരു നിലയിൽ കണ്ടിട്ട്? വളരെ സന്തോഷമുണ്ട്. എപ്പോഴും ഇതുപോലെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ട് നമ്മളുമായിട്ട്. എല്ലാ കാര്യങ്ങളും പറയും. നമ്മൾ മാക്സിമം അവനെ ആശ്വസിപ്പിക്കും. അപ്പോൾ നമ്മളിപ്പം ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ടാപ്പിൻ്റെ അതിൽ വന്നപ്പോഴാണ് അവനെ ആദ്യമായിട്ട് അവൻ നമ്മുടെ കൂടെ അവിടെ ഇരുന്ന് ഈ കാര്യം സംസാരിച്ചപ്പം പെട്ടെന്ന് അങ്ങ് വൈറലായി. പിന്നെ അവൻ ഒരുപാട് സന്തോഷം ഉണ്ടാക്കാൻ അതിൽ അവൻ ഇനിയായിരിക്കും അവൻ്റെ നല്ല സമയമെന്ന് പ്രതീക്ഷിക്കുന്നു. ആണോ നിഖില? നല്ല സമയമാണോ? ഞാൻ ഇന്നലെ പറഞ്ഞത് തന്നെയാണോ? പറഞ്ഞ പോലെ തന്നെ അവരവൻ നമ്മുടെ അടുത്ത് ഈ പറഞ്ഞ വിഷമങ്ങളും സന്തോഷങ്ങളും ഓരോന്ന് പറയും. അപ്പൊ നമ്മൾ അത് കേട്ട് നമ്മളെ മാക്സിമം അവനെ ആശ്വസിപ്പിക്കും. പിന്നെ അവൻ ക്ലാസ്സിൽ എന്ന് വെച്ചാൽ പിന്നെ അവനെ കണ്ട അവനെ വിഷമം തോന്നൂല. ഇവനെ കണ്ട അത്രയും നല്ല ഹാപ്പി, നല്ല പറഞ്ഞ എൻജോയ്മെന്റ് ആണ് വരുമ്പോ.
നിഖിൽ പക്ഷെ പൊതുവെ അവന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട്സിന്റെ അടുത്ത് മാത്രമേ കാര്യങ്ങളൊക്കെ പറയാം. അപ്പം നമുക്കൊന്നും അറിയത്തില്ലായിരുന്നു ടീച്ചേഴ്സ് പറയുന്നവരെ. അപ്പം ഇങ്ങനെ ഒരു ലൈക് സ്പോൺസർഷിപ്പ് കിട്ടിയതിന് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ. ക്ലാസ്സിലാണെങ്കിലും നിഖിൽ എല്ലാവരെയും സന്തോഷപ്പെടുത്താൻ വേണ്ടി പാട്ടും നമ്മളെല്ലാവരെയും ഹാപ്പി ആക്കാനാണ് മാക്സിമം ട്രൈ ചെയ്യുന്നത്. അവനിങ്ങനെ ഒരു കാര്യം വന്നതിൽ വളരെ സന്തോഷം. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അവന്റെ വിഷമങ്ങളെല്ലാം വന്ന് പറയാറുണ്ട്. പിന്നെ അവനിപ്പോ കിട്ടിയിരിക്കുന്നത് നല്ലൊരു അവസരമാണ്. അത് അവൻ നേരെ ഉപയോഗിച്ച് നല്ല രീതിയിൽ പോയാൽ അവന് നല്ലതായിരിക്കും. സന്തോഷമായിട്ടിരിക്കുകയല്ലേ? ഒരു പാട്ട് പാടിയാലോ നമുക്ക്? കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത് നിഖിൽ? പാട്ട് ആ നിറഞ്ഞ സന്തോഷത്തിൽ ഒരു പാട്ടിങ് പോരട്ടെ. കേക്കാം. ഹലോ, മനസ്സിലൊരു പാട്ടൊന്നും വരുന്നില്ല. സ്കൂളിൽ എപ്പോഴും പാടി കൊടുക്കുന്നൊക്കെയാണല്ലോ പെൺകുട്ടികളൊക്കെ പറയുന്നത്. അവരോട് ചോദിക്കുക ഏത് പാട്ടാ വേണ്ടെന്ന്. ഞാൻ അവരോട് തന്നെ ചോദിക്കാം. താരക പെണ്ണാളെ നീ നന്നായിട്ട് പാടുന്നതല്ലേ? അവരൊരു നാടൻ പാട്ടാണ് പറയുന്നത്, കേട്ടായിരുന്നു. ഓ പാടിക്കോളൂ, പാടിക്കോളൂ. താരക പെണ്ണാലേ കതിരാടുമിഴിയാലേ തമ്പൂരാനെത്തിടും മുമ്പേ കഴിഞ്ഞാലും കോല പറിച്ചാട്ടെ. താരക പെണ്ണാലേ കതിരാടുമിഴിയാലേ തമ്പൂരാനെത്തിടും മുമ്പേ കഴിഞ്ഞാലും കോല പറിച്ചാട്ടെ. തകതകതാന്തിനെന്തകതെയ്താരോ തകതിനെന്തകതെയ്താരോ താന്തിനെന്തക തകതിനെന്തക തകതിനെന്തകതെയ്താരോ താന്തിനെന്തകതെയ്താരോ തകതിനെന്തകതെയ്താരോ താന്തിനെന്തക തക. മതിയോ? പിന്നെ പോരായിരുന്നു, പക്ഷെ നമ്മുടെ സമയം അങ്ങനെ ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ ഇടപെടുന്നു. പിന്നെ നിഖിൽ, ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ചെറിയ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് പേര് സഹായിക്കാൻ വന്നിരുന്നു അല്ലേ? ഇപ്പൊ ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ടോ? എന്ത് ചെയ്യണം, മുന്നോട്ട് പോകുന്ന കാര്യങ്ങളിലൊക്കെ ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ടോ? ഒന്ന് പറഞ്ഞ പ്രേക്ഷകരോട് എന്താണ് തോന്നുന്നത്? ക്ലാരിറ്റി എന്ന് പറഞ്ഞില്ലേ, ഇപ്പം ഇതെല്ലാം പെട്ടെന്നാണല്ലോ. അപ്പൊ ഇനി അതിനൊത്ത ഡിസിഷൻസ് കാര്യങ്ങളൊക്കെ എടുക്കാനൊക്കെ കുറച്ച് ടൈം വേണ്ടി വരും. അപ്പം എന്തായാലും ഇപ്പം എന്നെ സഹായിക്കാന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ അവരുടെ ആ സഹായത്തിനൊക്കെ തന്നെ ഞാൻ അവരുടെ കൂടെ തന്നെ ഞാൻ ഉണ്ടാവും. അത് ഞാൻ വളരെയധികം നന്നായിട്ട് യൂസ് ചെയ്യാനും ഞാൻ ശ്രമിക്കും. അത് ദൈവം സഹായിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ ഒരു വലിയ ഉയരങ്ങളിൽ തന്നെ ഇപ്പം ഇവിടം വരെ എനിക്ക് എത്താൻ പറ്റിയെങ്കിൽ ഇതേ ദൈവം തന്നെ എന്നെ ഉയർച്ചയിൽ ഇതിനേക്കാളും ഉയർച്ചയിൽ എന്നെ എത്തിക്കാൻ ദൈവത്തിന് സാധിക്കും എന്ന് ഞാൻ കുറച്ച് വിശ്വസിക്കും. ഒരു കാര്യം കൂടി, ഇപ്പം ഷെഫ് പിള്ളയുടെ സഹായം നമ്മൾ കേട്ടു. നിഖിലിന്റെ പഠനവും നിഖിലിന്റെ മുന്നോട്ടുള്ള കാര്യങ്ങളും ജോലിയുമാണ് അദ്ദേഹം പറഞ്ഞത് അല്ലേ? പക്ഷെ ഒരുപാട് പേര് വിളിച്ചിട്ട് അപ്പൂനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അപ്പൂനെ നല്ല സ്കൂളിൽ വിട്ട് പഠിപ്പിക്കണം എന്നൊക്കെ നിഖിൽ പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ അങ്ങനെ വിളിച്ചവരിൽ അതും പറഞ്ഞവരുണ്ടോ? അപ്പൂന്റെ പഠനം ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞവരുണ്ടോ? അല്ലെങ്കിൽ എങ്ങനെയാ സഹായിക്കേണ്ടതെന്ന് ചോദിച്ചോ അവർ? എല്ലാവരും ഞാൻ പറഞ്ഞില്ലേ, അപ്പൂന്റെ കാര്യമെന്നല്ല, ഫിനാൻഷ്യലി ഇപ്പൊ എന്താ പറയാ, എന്റെ കാര്യമാണെങ്കിൽ അവന്റെ കാര്യമാണെങ്കിൽ ഫിനാൻഷ്യലി ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യാം എന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പം ചിലവർ അതിൽ തന്നെ ചിലവർ പറഞ്ഞിട്ടുണ്ട് അവനെ ഒരു നല്ലൊരു സ്കൂളിൽ വിടണം, നല്ല രീതി അവനും നല്ലൊരു നിലയിലെത്തണം, അല്ലെങ്കിൽ എന്താ പറയാ അവനും കുറച്ചുകൂടെ ഇപ്പൊ എന്നെ പോലെ തന്നെ അവനും കുറച്ചുകൂടെ, ഇപ്പം അവൻ ഓട്ടിസമാണ് എന്നാൽ പോലും അവനും കുറച്ചുകൂടെ, അവന് എന്തായാലും നല്ല കഴിവുള്ള, എന്ന് വെച്ചാൽ നോർമൽ മനുഷ്യരെക്കാളും കഴിവുള്ള ഒരാളാണ് ഈ ഓട്ടിസം പിള്ളേർക്ക്. അപ്പം ഇവൻ അതുപോലെ എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ അതിനെ വളർത്തിയെടുക്കാൻ പറ്റട്ടെ, അല്ലെങ്കിൽ ഇപ്പം വേറൊരു സ്കൂളിൽ ഏതെങ്കിലും സ്കൂളിൽ കിട്ടാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ചേർക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ കരുതുന്നു. ശരി, അപ്പോൾ നിഖിലിന് എല്ലാവിധ ആശംസകളും. അപ്പോൾ ഏറ്റവും സന്തോഷത്തിലാണ് ഞങ്ങളും നിൽക്കുന്നത്, ഇതിനിടയിൽ ഒരു മാധ്യമമാകാൻ കഴിഞ്ഞു എന്നുള്ളത്. താങ്ക് യു സോ മച്ച് കേട്ടോ. ഞാനും എനിക്കും വളരെയധികം സന്തോഷമാണ്. താങ്ക് യു സോ മച്ച്. വലിയ ചാരിതാർത്ഥ്യത്തോടെയാണ് ന്യൂസ് 18 കേരളം ഇപ്പോൾ ഈ നിമിഷം നിൽക്കുന്നത്. എന്തായാലും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു +2 വിദ്യാർത്ഥി നിഖിൽ, അവൻ്റെ പഠനവും അവൻ്റെ കുടുംബത്തെയും ഷെഫ് പിള്ള ഏറ്റെടുത്തിരിക്കുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സിന് നന്ദി.
ഈ പ്രത്യേക ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം. വലിയ സ്വപ്നങ്ങൾ അണിഞ്ഞൊരുങ്ങി അയോധ്യ. അയോധ്യയിൽ പ്രാൺ പ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായുള്ള പൂജാ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഇന്നുകൂടി മാത്രമാണ് പൊതുജനങ്ങൾക്ക് ദർശനത്തിന് അവസരമുള്ളത്. പ്രതിഷ്ഠയ്ക്ക് ശേഷമായിരിക്കും ഇനി പ്രവേശനമുള്ളത്. ശ്രീരാമക്ഷേത്രത്തിലെ വിഗ്രഹത്തിന്റെ ആദ്യ ചിത്രം പുറത്തുവന്നു. രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുന്നു അയോധ്യയിൽ നിന്നും. രഞ്ജിത്ത്, എന്തൊക്കെയാണ് അയോധ്യയിലെ വിശേഷങ്ങൾ? ഇപ്പോൾ ഈ രാംലല്ല വിഗ്രഹത്തിന്റെ പൂജാകർമ്മങ്ങൾ, ഗർഭഗൃഹത്തിൽ സ്ഥാപിച്ച രാംലല്ല വിഗ്രഹത്തിന്റെ പൂജാകർമ്മങ്ങൾ പഞ്ചാംഗ വിധി പ്രകാരം ഇവിടെ നടക്കുകയാണ്, പുരോഗമിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ ലതാ ചൌക്കിലാണ്. ഇവിടുത്തെ ആഘോഷ പരിപാടികൾ പ്രേക്ഷകർക്കായി ഒന്ന് കാണിക്കണം. ഇവിടെ നിരവധി വിശ്വാസികൾ ഇങ്ങോട്ടേക്ക് എത്തുകയും ഇവിടെ വന്ന് ഈ പറഞ്ഞ സ്ഥലത്തെത്തി ചില ആഘോഷങ്ങൾ നടത്തിയ ശേഷമാണ് സാധാരണ ആളുകൾ ഈ ശ്രീരാം ജന്മഭൂമിയിലേക്ക് പോകുന്നത്. നിരവധി ആളുകൾ ഇവിടെ കൂടി നിൽപ്പുണ്ട്. അവർക്ക് പലർക്കും ഇതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമ്മളോട് പങ്കുവെക്കാനുമൊക്കെ ഉണ്ട്. ഇവിടെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അല്പസമയം മുമ്പ് ഇവിടെ എത്തി, ഇവിടുത്തെ രാമക്ഷേത്രത്തിലെത്തി. ഒപ്പം ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം അദ്ദേഹം മടങ്ങിപ്പോകുന്നതും നമ്മൾ കണ്ടു. കനത്ത സുരക്ഷയിലാണ് അയോധ്യ യോഗിയുടെ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഓരോ മുക്കിലും മൂലയിലും സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അയോധ്യ. வணக்கம். தமிழ்நாட்டிலேருந்து வந்திருக்கிறோம், கோயம்புத்தூர். 2007 அயோத்தியா வந்துட்டு இருக்கிறேன். அதாவது 13 வருஷத்தில் 15 வருஷத்தில் இதான் முதல் தடவை சிறப்பாக பார்த்துட்டு இருக்கேன் அயோத்தியாவை. ஏன்னா 500 ஆண்டு கால போராட்டத்துடைய வெற்றி இந்த அயோத்தியா இன்னைக்கு பிராண பிரதிஷ்டை நிகழ்ச்சி வருகின்ற 22. அதாவது நம்ம தீபாவளி முடிஞ்சு இப்போ 2 மாதம் தான் ஆச்சு. ஆனால் மீண்டும் ஒரு தீபாவளியை நம்ம சந்திக்க போகிறோங்கிறதுல ரொம்ப சந்தோஷமான விஷயமா இருக்குது. அதாவது யோகிஜியோட ஏற்பாடுகள் பிரம்மாண்டமான விஷயங்கள். அது அயோத்தியா நகரம் பழைய தசரதர் காலத்தில் முன்ன எப்படி இருந்ததோ ராஜாக்கள் காலத்தில், அதே போல் ஒரு நிலையை இன்னைக்கு நம்ம பார்க்க போகிறோங்கிறது பெரிய விஷயம். என்னுடைய அப்பா தாத்தா இவங்கெல்லாம் சொல்லி கேள்விப்பட்டிருக்கோம். இன்னைக்கு நேரடியாக இந்த அயோத்தியா நகரத்தை கண்டுகளிக்கிறதுல ரொம்ப சந்தோஷப்படுறோம். இதே போல் காசி மதுரா இடங்களும் நமக்கு அமையணும் அப்படின்னு ஸ்ரீராமன்கிட்ட வேண்டிக்கிறோம். ஏன்னா மக்கள் ரொம்ப அதீத நம்பிக்கை பக்தியோடு இங்கே கடும் குளிர்லேயும் கஷ்டப்பட்டுட்டு இருக்காங்க. ஆனால் பார்த்தீங்கன்னா அதுக்கு அந்த கஷ்டத்தையும் கூட அவங்க கொஞ்சம் கூட பொருட்படுத்தாமல் ரொம்ப கடவுளுடைய ஜெயராம் ஸ்ரீராம் ஜெயராம் அப்படிங்கிற ஒரு கோஷத்தோடையே வந்துட்டு இருக்காங்க. அது மக்களுக்கு ஒரு உத்தியோகத்தை கொடுக்குது, ரொம்ப ஒரு ஆறுதலை கொடுக்குது. எல்லா இங்கே இருக்கிற அத்தனை மீடியா நண்பர்களுக்கும் இந்த விஷயம் நாடு முழுக்க கொண்டு சேர்த்தணும். ഇത് എങ്ങളുടെ പണിവാന വേണ്ടുകോൾ. ജയ് ശ്രീറാം. നാട്ടിൽ നിന്നൊരു ഭക്തനാണ്. അങ്ങനെ ഒരുപാട് പേർ ഇവിടെ വന്ന് അവരുടെ ഭക്തി ശ്രീരാമനെ കണ്ടു മടങ്ങുന്ന സാഹചര്യം കൂടിയുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. സൈക്കിളിലൊക്കെ ഇവിടെ വന്ന് വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്ന് എത്തി ഈ ശ്രീരാമനെ കണ്ട് മടങ്ങുന്ന നിരവധി ആളുകളെ കൂടി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അങ്ങനെ പൂജകൾ നടത്തുന്നു, ഈ ശ്രീരാമനെ കാണുന്നു, പ്രസാദം വാങ്ങുന്നു, തിരികെ പോകുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ദിവസങ്ങളായി നമ്മൾ കാണുന്നുണ്ട്. मोदी जी योगी की ये देव का अवतार है, एक लक्ष्मण का अवतार है. पूरा विश्व को मैं बता देना चाहता हूँ कि राम का लक्ष्मण का अवतार हो चुका है कलयुग में. प्रभु श्री राम मेरे सपने में आए थे को जिंदा रखने के लिए अवतार हुआ है कि मोदी जी और योगी जी के रूप में हम साक्षात जो है कि धरती पे विराजमान है. और सारे राम भक्तों को ये संदेश दीजिए साइकिल यात्रा करते हुए कि प्रभु श्री राम की इच्छा है हो चुका है फिर से एक बार जो है एक कार सेवक, तीसरी बार देश का प्रधान सेवक बनके अब की बार देश का जो है कि नाम पूरे विश्व में पहले पायदान पे लेके जाए. तो ये प्रभु श्री राम मेरे सपने में आए थे. 400 सीट आएगा, 400 पार करेगा क्योंकि ये प्रभु का माया है. प्रभु श्री राम ने ये भी कहा है कि सारे राम भक्तों को और सनातन के धर्म मानने वाले को ये संदेश दीजिए कि जिस तरह से मोदी जी ने मेहनत किया है, इनको उपहार स्वरूप जो है कि सारे राम भक्त 400 सीट इनको उपहार स्वरूप हम लोग भेंट देंगे. जय हो.
മോദിയുടെ യോഗിയുടെ ഒക്കെ വലിയ ആരാധകർ, രാമക്ഷേത്രത്തിലെ ഭക്തരടക്കം നിരവധി ആളുകളെ ഇവിടെ കാണാം. നമുക്ക് ദൃശ്യങ്ങളിൽ അങ്ങോട്ടേക്കൊന്ന് പോകണം പ്രശാന്ത്. അവിടെ കനത്ത സുരക്ഷ, നേരത്തെ രാവിലെയൊക്കെ പറഞ്ഞ പോലെ കേന്ദ്രസേനയുടെ അടക്കം കനത്ത സുരക്ഷ അവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കേന്ദ്രസേനയുടെ നിയന്ത്രണത്തിലാണ് പൂർണ്ണമായും ഈ നഗരം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. നമുക്ക് ആ ഒരു വാർത്തയിലേക്ക് കൂടി പോകണം. കാരണം കേന്ദ്രസേന സൈബർ സുരക്ഷാ വിങ്ങടക്കം ഈ അയോധ്യ നഗരത്തിന്റെ പ്രത്യേകിച്ച് അയോധ്യയിലെ വിവിധ മേഖലകളുടെ നിയന്ത്രണം ഏറ്റെടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. നമുക്ക് ആ വാർത്തയിലേക്ക് ഒന്ന് പോകാം. കേന്ദ്ര സർക്കാരിന്റെ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ, ഇലക്ട്രോണിക് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം, ഇന്റലിജൻസ് ബ്യൂറോ, ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി ടീം എന്നിവരും സൈബർ വിദഗ്ധരും അയോധ്യ നിയന്ത്രിക്കുന്നു. സൈബർ ലോകത്ത് പ്രചരിക്കുന്ന വിദ്വേഷകരമായ ആപ്ലിക്കേഷനുകളെക്കുറിച്ച് ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ക്ഷേത്രനഗരിയിൽ ഭീകരവിരുദ്ധ സ്ക്വാഡിനെ വിന്യസിച്ചു. അങ്ങനെ സർവ്വ ഒരുക്കങ്ങളും സൂക്ഷ്മതയോടെ പൂർത്തിയാക്കുകയാണ് ഭരണകൂടം. A large number of people have been deployed for ensuring cleanliness. Close to 5,000 people are deployed, including machines and all that. It makes a huge impact. We have a large number of personnel deployed for ensuring that lights, toilets, garbage and all these are catered to, and they are able to give a wonderful performance. And apart from that, all the other departments are doing their best for making this event a huge success in terms of the kind of facility for the roads, for the stay arrangements of people, for the comfort of people through the night shelters, to Randbasera, through the arrangements in hotels, so on and so forth. 1548 ഇടങ്ങളിലാണ് CCTV ക്യാമറകൾ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമായുള്ള ആന്റി മൈൻ ഡ്രോണുകളും അയോധ്യയിൽ വിന്യസിക്കും. അയോധ്യ ഡെസ്ക്, ന്യൂസ് 18. ഇത് ഈ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളാണ്. मैं शिवराम सैनी, सोजत, पाली डिस्ट्रिक्ट, राजस्थान. हमें मारवाड़ी बोलते हैं प्यार से. हम राजस्थान से हैं. और साथियों, 22 जनवरी पूरा विश्व राममय होने जा रहे हैं. 22 जनवरी हमारा भारत देश हिंदू राष्ट्र की ओर संकेत कर रहा है. 22 जनवरी मेरे भारत के घर घर में राम पधारे हैं. साथियों, प्रभु श्री राम सनातन, सत्य, तपस्या, धीरज, धैर्य और हमारे जीवन के प्रेरणा के आधार श्री राम प्रभु 500 साल की तपस्या के बाद अब हमारे महल में विराजमान होंगे. हमें बड़ी खुशी हो रही है. साथियों, त्रेता युग में मेरे श्री राम 14 साल वनवास के बाद अयोध्या पधारे थे. पूरे अयोध्यावासी बड़ी खुशी से इंतजार कर रहे थे. और अब तो हमारे श्री राम 500 साल बाद पधारे हैं. कितनी खुशी होगी हम बता नहीं सकते. जय श्री राम, जय श्री राम. അരുൺ യോഗിരാജ് കൃഷ്ണശിലയിൽ കൊത്തിയെടുത്ത 51 ഇഞ്ച് ഉയരമുള്ള ഏതാണ്ട് 1.5 ടൺ ഭാരമുള്ള രാംലല്ല വിഗ്രഹമാണ് ഇപ്പോൾ അവിടെ ശ്രീകോവിൽ പ്രതിഷ്ഠിച്ച് പൂജ ആരംഭിച്ചിരിക്കുന്നത്. പ്രധാന പൂജ അവിടെ ആരംഭിച്ചിരിക്കുകയാണ്. 21 വരെ ഈ ചടങ്ങുകൾ തുടരും. അതിനുശേഷം 22-നാണ് പ്രധാന പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുക. നമുക്കറിയാം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ഒരുപാട് പ്രമുഖരുടെ നീണ്ട നിര ഈ പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാനായി ഉണ്ട്. അവർക്കുള്ള താമസ സൗകര്യങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഇവിടെ വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നുമുണ്ട്. അങ്ങനെ അയോധ്യ സർവ്വ സജ്ജമാണ് എല്ലാ കാര്യങ്ങൾക്കും. 21-നാണ് വീണ്ടും പ്രധാനമന്ത്രി ഇവിടേക്ക് എത്തുന്നത്. 21-ന് അദ്ദേഹം സരയൂ നദിയുടെ കരയിൽ ഈ പറയുന്ന രാം ചൗക്കിലെത്തും. അതിനുശേഷം ഇവിടെ നിന്ന് നേരെ രാം പഥിലൂടെ ശ്രീരാമ ഭൂമിയിലേക്ക് കടക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇവിടെ 21-ന് മോദി എത്തുമ്പോൾ ഇതിന് മുൻപ് അദ്ദേഹം എത്തിയത് 3 വർഷം മുൻപ് ഇതിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ, ഇതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ്.
അതിനു മുൻപ് മോദി 31 വർഷം മുൻപാണ് അയോധ്യയിലെത്തുന്നത്. അന്ന് മോദി താമസിച്ചത് ഇവിടുത്തെ ജാനകി മഹൽ എന്ന ഒരു സ്ഥലത്താണ്. അവിടുത്തെ 108 നമ്പർ മുറിയിലായിരുന്നു നരേന്ദ്രമോദി താമസം. അദ്ദേഹം ഒരു സാധാരണ BJP പ്രവർത്തകനായിരുന്നു. ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിട്ടില്ല, ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിട്ടില്ല. അന്ന് ഈ രാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയായതിനു ശേഷം മാത്രമേ അദ്ദേഹം പ്രതിജ്ഞ എടുത്തിരുന്നു. ഈ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തീരുമാനമുണ്ടായതിനു ശേഷം മാത്രമേ ഇനി അയോധ്യയിലേക്ക് വരികയുള്ളൂ എന്ന്. ആ വാർത്തയിലേക്ക് നമുക്ക് ആ ജാനകി മഹലിലെ ജീവനക്കാരുടെ വാക്കുകളിലേക്ക് ഒന്ന് പോകാം. രാമജന്മഭൂമിയിൽ നിന്ന് 1.5 കിലോമീറ്റർ മാത്രം അകലെയുള്ള ശ്രീ ജാനകി മഹൽ ട്രസ്റ്റിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ജാനകി മഹൽ ട്രസ്റ്റിന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം 31 വർഷം മുൻപുള്ള ഒരു ചരിത്രമാണത്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടുത്തെ 108 നമ്പർ റൂമിൽ 1991 താമസിച്ചിരുന്നു. അദ്ദേഹം അന്ന് ഒരു സാധാരണ പാർട്ടി പ്രവർത്തകനായിരുന്നു. പാർട്ടിയുടെ ഏക്താ യാത്രയുമായി ബന്ധപ്പെട്ട് കന്യാകുമാരി മുതൽ കശ്മീർ വരെ ഉണ്ടായിരുന്ന പാർട്ടിയുടെ ഏക്താ യാത്രയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഈ മുറിയിൽ താമസിച്ചിരുന്നത്. അന്ന് അദ്ദേഹം ഈ മുറിയിലാണ് അദ്ദേഹം താമസിച്ചത്. 108 നമ്പർ മുറിയിലാണ് മോദി താമസിച്ചത്. അത് ഇവിടെ അദ്ദേഹം 4 ദിവസത്തോളം ഇവിടെ കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്, നമ്മൾ അറിയുന്നത്. അതിനുശേഷം അദ്ദേഹം അന്ന് ഒരു പ്രതിജ്ഞ എടുത്തിരുന്നു. രാമജന്മഭൂമി, അതായത് അയോധ്യ രാമക്ഷേത്രം യാഥാർത്ഥ്യമായതിനു ശേഷം മാത്രമായിരിക്കും അദ്ദേഹം ഇനി ഇവിടേക്ക് വരിക എന്നുള്ളതാണ്. आपको याद है वो दिन आप इधर था? हाँ, यहाँ यही में रुके थे सब, ये में और ये में दोनों में रुके थे. हाँ, और उस दिन वो इधर साधा पार्टी वर्कर था वो? हाँ, यहीं पर थे. और जब वो जन्मभूमि गिरा था तो सब वो अपने हाल है उसमें मीटिंग किए थे. यहीं से गए थे तो उस दिन बाबरी मस्जिद गिरा था उसी दिन. हाँ, तो इसमें कौन रहता है? इसमें तो आम यात्री को अभी दे रहे हैं. പിന്നീട് 3 വർഷം മുൻപ് ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് തുടക്കമിടാനാണ് മോദി എത്തിയത്. പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കാൻ വീണ്ടും മോദി അയോധ്യയിലെത്തുമ്പോൾ ട്രസ്റ്റ് അധികാരികളും ആഹ്ലാദത്തിലാണ്. नहीं, वो आए थे जब सोमनाथ की यात्रा लेके अडवाणी जी आए थे हमारे यहाँ, तब वो यहाँ पर आके रुके थे. यहाँ पर जलपान भोजन किए, उसके बाद वो आगे निकले. तो अडवाणी जी के साथ में मोदी जी भी थे. ജാനകി മഹൽ ട്രസ്റ്റിൽ നിന്നും പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം രഞ്ജിത്ത് രാമേന്ദ്രൻ. ഈ അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട്, രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ വികസന പദ്ധതികളാണ്. നമ്മളോട് ഇവിടെ നിന്നിരുന്ന പോലീസുകാരും നമ്മൾ സംസാരിക്കുന്ന മാധ്യമപ്രവർത്തകരും ഒക്കെ പറയുകയായിരുന്നു. അതായത് ഈ 4, 5, 6 മാസം മുമ്പ് കണ്ട ഒരു അയോധ്യ അല്ല ഇപ്പോൾ. അതനുസരിച്ചുള്ള വലിയ വികസന പദ്ധതികൾ അയോധ്യയിൽ സംഭവിക്കുന്നു എന്നുള്ള കാര്യം പറയുകയായിരുന്നു. അത് ഈ അയോധ്യയുടെ മുഖച്ഛായ തന്നെ മാറ്റിയിരിക്കുന്നു. ഇവിടെ പഴയ അയോധ്യ അല്ല, ഒരു സാധാരണ ഗ്രാമപ്രദേശമായിരുന്ന അയോധ്യ ഇപ്പോൾ ഒരു വലിയ വ്യാവസായിക പട്ടണമായി മാറുന്നു. ഒരു ക്ഷേത്ര നഗരമായി, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ക്ഷേത്ര നഗരമായി മാറുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതിനനുസരിച്ചുള്ള അടിസ്ഥാന സൗകര്യ വികസനം കൂടി അയോധ്യയിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഓരോ മേഖലയിലും വികസനമാണ്. നമ്മൾ പറഞ്ഞതുപോലെ ഭൂമിക്ക് 50 ഇരട്ടി വരെ വില വർദ്ധിച്ച പശ്ചാത്തലം നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പല പ്രമുഖരും ഇവിടെ വന്ന് ഭൂമി വാങ്ങി വീട് വെച്ച് കഴിയുന്നു. പുതിയ പുതിയ ബാങ്കുകൾ വരുന്നു, പുതിയ പുതിയ വ്യവസായ സ്ഥാപനങ്ങൾ വരുന്നു, പുതിയ പുതിയ ഹോട്ടൽ ശൃംഖലകൾ വരുന്നു. വലിയ ഹോട്ടൽ ശൃംഖലകൾ പോലും ഇവിടെ എത്തി ഭൂമി വാങ്ങി ഹോട്ടലുകൾ നിർമ്മിക്കുന്നു. അതായത് 100-ൽ പരം ഹോട്ടലുകൾ പുതുതായി ഇവിടെ നിർമ്മിക്കപ്പെട്ടു കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ എന്നുള്ള വിവരങ്ങളടക്കം പുറത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് അയോധ്യയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. ഇവിടുത്തെ പൊതുഗതാഗത സംവിധാനം മുഴുവൻ ഇലക്ട്രിക് സിസ്റ്റത്തിലേക്ക് മാറ്റാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ഗതാഗത മന്ത്രി ഇലക്ട്രിക് ബസ്സുകൾ വേണ്ട എന്ന് പറയുമ്പോൾ, പക്ഷേ അയോധ്യയിൽ ഇലക്ട്രിക് ബസ്സുകളാണ്, 50ഓളം ഇലക്ട്രിക് ബസ്സുകൾ സർവീസ് നടത്തുന്നു. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മറ്റും ഈ ആളുകളെ എത്തിക്കാനും ഒക്കെ ഇലക്ട്രിക് ബസ്സുകളുടെ സേവനമാണ് ഉപയോഗിക്കുന്നത്. ഒപ്പം ഈ ഓട്ടോകൾ, ഇലക്ട്രിക് ഓട്ടോകളുണ്ട്. പക്ഷേ ഇലക്ട്രിക് ഓട്ടോകളുടെ ഒരു പ്രത്യേകത, 50 ഓട്ടോകൾ നിരത്തിലിറങ്ങിയതിൽ ഏതാണ്ട് 25 ഓട്ടോകളും ഇപ്പോൾ ഓടിക്കുന്നത് സ്ത്രീകളാണ് എന്നുള്ളതാണ്. സ്ത്രീ ശാക്തീകരണത്തിന്റെ അങ്ങനെ ഒരു ഉത്തമ മാതൃക കൂടിയാണ് അയോധ്യ. ആ വാർത്തയിലേക്ക്
സർവീസ് ആരംഭിച്ച 50 ഈ ഓട്ടോകളിൽ ഒന്നിന്റെ സാരഥിയാണ്. വനിതാ ശാക്തീകരണത്തിന്റെയൊക്കെ ഭാഗമായാണ് ഇത്തരത്തിൽ ഈ രാമജന്മഭൂമിയിൽ ഈ ഓട്ടോകൾ ആരംഭിച്ചിരിക്കുന്നത്. आपको भी बहुत खुशी हो गया इस वक्त में? बहुत खुशी हो रही है सर. आप लोगों भी आगे होना चाहिए. हाँ जी, आगे हर लेडीज को आगे बढ़ना चाहिए. ये नहीं कि पुरुष के ऊपर ही निर्भर होना चाहिए. कोई भी हो, हर किसी को आगे बढ़ने का मौका मिलना चाहिए. और इस टाइम हम लोग अयोध्या में हैं, इससे बड़ी खुशी हो ही नहीं सकती. तो हम इसलिए यहाँ पे आए हैं ताकि यहाँ की जो औरतें हैं इनको भी उत्साह होना चाहिए आगे बढ़ने का. और यहाँ पे जो अयोध्या दर्शन करने आ रहे हैं तो इनकी सेवा में हम आए हैं सर. अच्छा, तो इसका रेट वो तो हो गया ना? रेट भी नॉर्मल ही है सर, जो जैसे चलता था वैसे चल रहा है. ऐसा कुछ नहीं है कि कम या ज्यादा है. पहले आप ऑटो राइड करता था ना? हाँ जी सर, हम लोग दिल्ली में काम करते थे, वहाँ से हमें यहाँ भेजा गया है. तो अभी थोड़ा यहाँ कुछ समझ नहीं आ रहा, लेकिन थोड़ा अब अच्छा लग रहा है यहाँ पे. हाँ जी, फैमिली को भी अच्छा है. बिल्कुल, फैमिली तो पूरी सपोर्ट कर रही है सर, उन्होंने ही यहाँ भेजा है. आइडिया किसने दिया? आइडिया दिया किसी ने नहीं, बस अपना ही था कि हम भी आगे बढ़े. इसका प्रैक्टिस होना चाहिए ना राइड करने का. इसको आगे बढ़ने के लिए मेरे हस्बैंड ने सपोर्ट करा है. ഇലക്ട്രിക് ബസ്സുകളിൽ 50 എണ്ണമാണ് യാത്രക്കാർ നിറഞ്ഞോടുന്നത്. 25 ഈ ഓട്ടോകൾ പുരുഷന്മാർ ഓടിക്കുന്നു. അങ്ങനെ പൊതുഗതാഗത സംവിധാനം മുഴുവൻ ഇലക്ട്രിക് രീതിയിൽ മാറ്റാനുള്ള ആശയമാണ് അയോധ്യയിൽ പൂർത്തീകരിക്കുന്നത്. പ്രശാന്തിനൊപ്പം രഞ്ജിത്ത് രാമേന്ദ്രൻ, അയോധ്യ. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള മാറ്റമാണ് അയോധ്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ മേഖലയും മാറുന്നു. ഇവിടുത്തെ തദ്ദേശവാസികൾക്ക് വലിയ സന്തോഷകരമായ മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നു. നമുക്ക് അയോധ്യയിൽ തന്നെ തുടരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. വലിയ സ്വപ്നം കേസ് രജിസ്റ്റർ ഞാനിപ്പോഴുള്ളത് പുണ്യനദിയായി വിശ്വാസികൾ കരുതുന്ന സരയൂവിൻ്റെ തീരത്താണ്. ഈ സരയൂ നദിയുടെ തീരം, അതിൻ്റെ തീരത്താണ്, അതിൻ്റെ കൽപ്പടവുകളിലാണ് ഞാനുള്ളത്. ഇവിടെ നരേന്ദ്രമോദി ഇവിടെ എത്തി. സരയൂവിൻ്റെ ഇവിടെ ആവില്ല, ഒരുപക്ഷെ അപ്പുറത്തെ ഭാഗത്ത് എവിടെയെങ്കിലും സരയൂവിലെത്തി. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ മുങ്ങി കുളിച്ച ശേഷമാണ്, സ്നാനം നടത്തിയ ശേഷമാണ് ഈ അയോധ്യ രാമക്ഷേത്രത്തിലേക്ക് 2 കിലോമീറ്റർ കാൽനടയായി പോവുക എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ സരയൂവിന് പുരാണത്തിലേറെ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ചും അയോധ്യാവാസികൾ, ഈ സരയൂ നദിയുടെ തീരത്താണ് അയോധ്യ ക്ഷേത്രം നിലനിൽക്കുന്നത്. ഇതിന് ചുറ്റുപാടും നിരവധി ക്ഷേത്രങ്ങളുണ്ട്. നമുക്ക് കാണാം, ദൃശ്യങ്ങളിൽ കാണാം. വലിയ ചിത്രപ്പണികളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന നിരവധി സ്ഥലങ്ങളുണ്ട്. വളരെ വൃത്തിയുള്ള ഒരു നദി കൂടിയാണിത്. വളരെ വൃത്തിയായി തന്നെ, ഒരു മാലിന്യവുമില്ലാതെ വൃത്തിയായി തന്നെ സംരക്ഷിക്കുന്ന ഒരു നദിയാണ് ഇത്. അത് അതിൻ്റെ ഒരു പവിത്രത അതെപ്പോഴും അവർ പിന്തുടരുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അയോധ്യയിലെ സരയുവിൻ്റെ വിശേഷങ്ങൾ. ഇങ്ങനെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് അയോധ്യയിൽ കാണാൻ സാധിക്കും. ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങൾ അയോധ്യയിൽ സംഭവിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതിനിടെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും രാജ്യമൊട്ടാകെ വിവിധ വിവാദങ്ങൾ അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടൊക്കെ നടക്കുന്നുണ്ട്. അതിലൊന്ന് ഒരു മറുപടി പറഞ്ഞിരിക്കുന്നത് ഉദയനിധി സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിനാണ്. കാരണം തന്നെ അയോധ്യ പ്രതിഷ്ഠ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ആരുടെ വിശ്വാസത്തിനും എതിരല്ല, പള്ളി പൊളിച്ച് ക്ഷേത്രം പണിയുന്നതിനെ മാത്രമാണ് എതിർക്കുന്നതെന്നും സ്റ്റാലിൻ പറയുന്നു. ന്യൂസ് 18 സ്റ്റാലിൻ ഈ അഭിമുഖം നൽകിയത്. സ്റ്റാലിൻ്റെ വാക്കുകളിലേക്ക്. அழைப்பு வரலைங்க, வந்தாலும் நான் போக மாட்டேங்க. அரசியல் பண்ணுறாங்க, இது ஆன்மீகம் கிடையாது. ஆன்மீகத்தை வச்சு கடவுள் பேரை வச்சு அரசியல் பண்ணும்போது அது நமக்கு உடன்பாடு இல்லைன்னு நம்முடைய பொருளாளர்கள் கூட அறிவிச்சிருக்கு. അതാണ് സാഹചര്യം. ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് സ്റ്റാലിൻ്റെ ചില അഭിപ്രായ പ്രകടനങ്ങൾ ആ തരത്തിൽ വരികയായിരുന്നു. നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ അക്ഷതമാണ്. എന്താണ് അക്ഷതം എന്നുള്ള ചർച്ച കഴിഞ്ഞ കുറേ നാളുകളായി നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. അക്ഷതം എന്ന വാക്ക് പുതുമയല്ലെങ്കിൽ പോലും അതേറെ ചർച്ച ചെയ്യപ്പെട്ടത് ഈ പറഞ്ഞ ഈ അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ്. പല വീടുകളിലും പോയി അക്ഷതം നൽകി, പ്രമുഖർക്ക് അക്ഷതം നൽകി അയോധ്യയിലേക്ക് ക്ഷണിച്ചു. അപ്പോൾ അക്ഷതം എന്നുള്ളത് ഹൈന്ദവാചാര പ്രകാരമുള്ള മിക്ക പൂജകളിലും അക്ഷതം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എന്താണ് അക്ഷതം എന്നുള്ളതും എന്താണ് അക്ഷതത്തിൻ്റെ പവിത്രത എന്നുള്ളതും നമുക്കൊന്ന് ഒരു എക്സ്പ്ലെയിനറിലൂടെ മനസ്സിലാക്കാം.
അതിലേക്ക് വരാം. അയോധ്യ രാമജന്മഭൂമിയിൽ ക്ഷേത്രത്തിനായി വർഷങ്ങൾക്ക് മുൻപ് ചുവരെഴുത്തുണ്ടായ സ്ഥലമാണ് കാസർഗോഡ് ജില്ലയിലെ ചേറ്റുകുണ്ട്. രാമക്ഷേത്രത്തിനായി അന്ന് എഴുതിയത് ഇന്ന് യാഥാർത്ഥ്യമാകുമ്പോൾ വലിയ സന്തോഷത്തിലാണ് ചേറ്റുകുണ്ടിലെ പ്രദേശവാസികൾ. കാഞ്ഞങ്ങാട് കാസർഗോഡ് സംസ്ഥാന പാതയിൽ ചേറ്റുകുണ്ട് റെയിൽവേ ഗേറ്റിന് സമീപത്താണ് ഈ പഴയ കെട്ടിടവും ചുമരെഴുത്തുമുള്ളത്. 1989 രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ആഹ്വാനപ്രകാരം രാമജന്മഭൂമി ക്ഷേത്രത്തിനായി രാജ്യമെമ്പാടും ചുവരെഴുത്ത് നടത്തിയത്. നാട്ടിൽ പലയിടത്തും ചുവരെഴുത്തുകൾ ഉണ്ടായിരുന്നെങ്കിലും ചേറ്റുകുണ്ടിലെ ചുവരെഴുത്ത് മാറ്റാൻ സമ്മതിച്ചില്ല. അന്ന് ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രത്തിനായി ആഗ്രഹിച്ചിരുന്നെങ്കിലും സ്വപ്നം യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയില്ലായിരുന്നു. RSSന്റെ നേതൃത്വത്തിൽ വിശ്വ ഹിന്ദു പരിഷത്ത് അയോധ്യ പ്രക്ഷോഭം ഏറ്റെടുക്കുന്ന സമയത്ത് ഭാരതത്തിലെ എല്ലാ പ്രദേശങ്ങളിലും ഈ പ്രക്ഷോഭം നടന്നിട്ടുണ്ട്. ഇതിന് കർസേവകർ സ്വയം സേവകരായി പങ്കെടുത്തിട്ടുണ്ട്. ആ സമയത്ത് എല്ലാ പ്രദേശങ്ങളിലും ശിലാപൂജനം നടത്തിയിട്ടുണ്ട്. എല്ലാ വീടുകളിലും കേന്ദ്രീകരിച്ചുകൊണ്ട് ശിലാപൂജനം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ചുമരെഴുത്തുകൾ എഴുതണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെയും ചുമരെഴുത്ത് എഴുതിയത് ചേറ്റുകുണ്ടിൽ. അപ്പോൾ മറ്റ് പ്രദേശങ്ങളിലൊക്കെ തന്നെ ആ ചുമരെഴുത്തുകൾ മായ്ക്കപ്പെട്ടു. ഇവിടെ അത് ഹൈന്ദവ സംഘടനകളുടെ ഈറ്റില്ലമാണ് ചേറ്റുകുണ്ട് എന്ന് പറയുന്ന പ്രദേശം. അതുകൊണ്ട് ഇവിടുത്തെ ഹൈന്ദവ സഹോദരിമാർ അത് മായ്ച്ചു കളയാൻ വേണ്ടി അനുവദിച്ചില്ല, അതിനെ സംരക്ഷിച്ചു. അതുകൊണ്ടാണ് അത് ഇത്ര കാലമായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു കേടുപാടും സംഭവിക്കാതെ അത് നിലനിൽക്കുന്നത്. തർക്കഭൂമി തകർക്കപ്പെട്ട കാലങ്ങളിൽ ചേറ്റുകുണ്ടിൽ നിരവധി അക്രമങ്ങൾ അരങ്ങേറിയിരുന്നു. രാമക്ഷേത്രം യാഥാർത്ഥ്യമാകുമ്പോൾ പഴയതെല്ലാം മറന്ന് സന്തോഷത്തിലാണ് വിശ്വാസികൾ. പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ വിപുലമായ ആഘോഷ പരിപാടികളും പ്രത്യേക പൂജകളും സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഹൈന്ദവ സംഘടനകൾ. ന്യൂസ് 18 കാസർഗോഡ്. അങ്ങനെയാണ് അയോധ്യയിലെ തയ്യാറെടുപ്പുകൾ. നമുക്കറിയാം 22-നാണ് എല്ലാവരും കാത്തിരിക്കുന്ന പ്രാൺ പ്രതിഷ്ഠ ചടങ്ങ് അയോധ്യയിൽ നടക്കുക. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും അയോധ്യയിൽ പൂർത്തിയായി കഴിഞ്ഞു. ഇന്ന് വരെ മാത്രമാണ് സാധാരണക്കാരായ ഭക്തജനങ്ങൾക്ക് പ്രവേശനമുണ്ടാവുക അയോധ്യ ക്ഷേത്രത്തിലേക്ക്. അതുകൊണ്ടൊക്കെ തന്നെ വലിയ തിരക്ക് അയോധ്യയിലുണ്ട്. നമുക്ക് ഉച്ചയ്ക്ക് ശേഷം അയോധ്യയിലെ വിശേഷങ്ങൾ അവിടുന്ന് തത്സമയം തന്നെ നൽകാം, ക്ഷേത്രത്തിന് മുന്നിൽ നൽകാം എന്ന് കരുതുന്നു. ഒപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരൊക്കെ ഇന്നൊരു പക്ഷേ അയോധ്യ വിട്ടുപോയേക്കാം. അതിനുശേഷം 23-ന് മാത്രമാണ് ദർശനം സാധ്യമാകുക. അങ്ങനെ 22-ന് നടക്കുന്ന ചടങ്ങിലേക്ക് വളരെ പ്രധാനപ്പെട്ട അതിഥികൾക്ക് മാത്രമാണ് ക്ഷണം. കേരളത്തിൽ നിന്നും ചില ആളുകളൊക്കെ എത്തും എന്നുള്ള പ്രതീക്ഷയുണ്ട്. കാരണം മാതാ അമൃതാനന്ദമയുടെ ആശ്രമത്തിൽ നിന്ന് അമൃത സ്വരൂപാനന്ദപുരി എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ചില സ്വാമിമാര്, ഒപ്പം പ്രധാനപ്പെട്ട ആളുകൾ, ഒരുപാട് പേർക്ക് ക്ഷണമില്ല. കേരളത്തിൽ നിന്ന് ക്ഷണമുള്ള ആരൊക്കെ എത്തുമെന്ന് കണ്ടറിയണം. പക്ഷെ അപ്പോഴും വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ രാമജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് സർക്കാരും ഒരുമിച്ച് ഈ തരത്തിൽ അതിനെ ഈ പറഞ്ഞതുപോലെ ഉള്ള സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. മുറികൾ അടക്കം, ഈ ആളുകൾക്ക് താമസിക്കാനുള്ള മുറികൾ അടക്കം എല്ലാം ഇപ്പോൾ പൂർണ്ണമായും സർക്കാർ നിയന്ത്രണത്തിലാണ്. വിവിധ ഹോട്ടലുകളിലുള്ള മുറികൾ അത് എടുത്ത് ആ തരത്തിൽ ഈ അതിഥികൾക്കായി താമസിക്കാനായി എടുത്തിരിക്കുന്ന പശ്ചാത്തലമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇത് കൂടാതെ ഇവിടെ ഈ സരയൂ ക്ഷേത്ര തീരത്ത് ഒരു ടെന്റ് സിറ്റി ഒരുങ്ങിയിരിക്കുന്നു. അവിടെയും പ്രധാനപ്പെട്ട അതിഥികൾ ഉണ്ടാകും. ഏതാണ്ട് 7000-ഓളം ആളുകളെ, VIP അതിഥികളെ 22-ാം തീയതി പ്രതീക്ഷിക്കുന്നുണ്ട്. അവരൊക്കെ എത്തും എന്നുള്ള പ്രതീക്ഷയിലാണ്. ചാർട്ടേഡ് വിമാനങ്ങൾ എത്തി അയോധ്യ എയർപോർട്ടിലെത്തി അവരെ കൊണ്ട് വരുമെന്നാണ് അറിയുന്നത്. ഒപ്പം കൂടുതൽ ട്രെയിനുകൾ, 100ഓളം പുതിയ ട്രെയിനുകൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും അയോധ്യയിൽ ഒരുങ്ങുകയാണ്. അയോധ്യ അത്തരത്തിൽ ഒരു വലിയ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളിലുമാണ്. ഇതിൻ്റെ ഓരോ വിവരങ്ങളും പൂർണ്ണമായും തന്നെ പ്രേക്ഷകർക്കായി ഞങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കും. ഞാനും പ്രശാന്ത് മംഗലശ്ശേരിയും അയോധ്യയിലുണ്ട്. ഇനി ബാക്ക് ടു സ്റ്റുഡിയോ, മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക്. സ്വപ്ന സാഫല്യത്തിനായി രാമജന്മഭൂമി ഒരുങ്ങുന്നു. പ്രാൺ പ്രതിഷ്ഠയ്ക്കായി വിശ്വാസി സഹസ്രങ്ങൾ കാത്തിരിക്കുകയാണ്. രാമനാമം ചൊല്ലി നാടും നഗരവും മുഴുവൻ അയോധ്യയിലേക്ക്. രാമഭജനുകളാൽ മുഖരിതമായ അയോധ്യാപുരിയിൽ നിന്ന് രഞ്ജിത്ത് രാമചന്ദ്രന്റെ റിപ്പോർട്ടുകളും പ്രശാന്ത് മംഗലശ്ശേരിയുടെ ദൃശ്യങ്ങളും. അയോധ്യ മുഴുവൻ ഭക്തിസാന്ദ്രമാണ്. അയോധ്യ പ്രാൺ പ്രതിഷ്ഠ കവറേജ് സമഗ്രമായി ന്യൂസ് 18-ൽ മാത്രം. ന്യൂസ് 18 കേരളം, മലയാളത്തിന്റെ ദേശീയ ചാനൽ.
ഈ പരിപാടി നിങ്ങൾ